കേൾക്കുന്നുണ്ടല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? BPCC 108 സ്റ്റാറ്റി പ്രധാനമായി 2 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ അല്ലേ സെക്കൻഡ് ഇയർ? ഓക്കെ. BPCC 104 ആണ് ഫസ്റ്റ് ഇയറിലുള്ളത്. അതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. BPCC 108 ഇപ്പൊ UIQസിലേക്ക് കിടക്കാം. ഈ സെഷൻ കഴിഞ്ഞിട്ട് ഇതിന്റെ കുറെ കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ ഒരു സെഷനിൽ ഉണ്ടാവും, വേറെ ഒരു 45 മിനിറ്റ് ആ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്താണ് പാരാമെട്രിക് ടെസ്റ്റ്, എന്താ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, എന്താ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, പിന്നെ ഹൈപ്പോത്തസിസ് എന്താണ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പ്രധാനമായും സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള കൂടുതൽ എക്സാമിലും സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് എടുത്തിട്ടാണ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ഓരോ വർഷങ്ങളിലായിട്ട് പ്രധാനമായി വന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കാണുന്നുള്ളത്. Explain the concept and meaning of inferential statistics and describe the inferential procedures. ഡിസംബർ 2022 ജൂൺ 2023 ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഈ ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവുന്ന ചോദ്യമാണ്. ഇതൊരു ജനറൽ ചോദ്യമാണ്. ഇതിൽ നല്ല ഉഷാറായി എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ്, പിന്നെ മീനിങ്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. 2 ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, മറ്റൊന്ന് ഇൻഫറൻഷ്യൽ ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു റിസർച്ച് ഉണ്ടെങ്കിൽ ആ റിസർച്ച് ചെയ്യാൻ വേണ്ടി പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവുക. സെൻട്രൽ ടെൻഡൻസി നോക്കുക, ഡിസ്പേർഷൻസ് നോക്കുക. സെൻട്രൽ ടെൻഡൻസി ഒക്കെ അറിയാലോ, മീൻ മീഡിയൻ മോഡ്. ഡിസ്പേർഷൻസ് ഒക്കെ അറിയാലോ, മറ്റേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മെയിൻ ഡീവിയേഷനും, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവുക. പക്ഷെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കിട്ടിയ റിസൾട്ട്സ് ഉണ്ടാവുമല്ലോ, ഈ റിസൾട്ട് എന്ത് ചെയ്യും, പോപ്പുലേഷനിലേക്ക് ഒരു സാമ്പിളിന്റെ മുകളിലായിരിക്കും റിസർച്ച് നടക്കുക. കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും സെലക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു സാമ്പിൾ എടുക്കും. ഒരു വിഷയത്തെ കുറിച്ച് റിസർച്ച് നടത്തുമ്പോൾ ഹൈസ്കൂൾ കുട്ടികളുടെ ഒരു കോച്ചിങ് കൊടുക്കും. ആ കോച്ചിങ് കൊടുത്ത കുട്ടികൾക്കാണ് കൂടുതൽ മെമ്മറി റിട്ടൻഷൻ ഉണ്ടാവുക, കൊടുക്കാത്ത കുട്ടികൾക്കാണ് കൂടുതൽ മെമ്മറി റിട്ടൻഷൻ ഉണ്ടാവുക. ഈ കാര്യം നോക്കാൻ വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബാക്കിയുള്ള പോപ്പുലേഷനിലേക്ക്, കേരളത്തിലെ ഹൈസ്കൂൾ കുട്ടികളുടേതാണല്ലോ നോക്കുന്നത്. അപ്പൊ മുഴുവനും ആയിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ഹൈസ്കൂൾ കുട്ടികളുടെ ഇതൊന്നും ചെക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കുറച്ച് സാമ്പിൾ എടുക്കും. ആ സാമ്പിൾ എടുത്തിട്ട് നോക്കുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യും, പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യും, മറ്റ് മുഴുവൻ ആളുകളിലേക്കും ജനറലൈസ് ചെയ്യും. ഓക്കെ, മുഴുവൻ ആളുകൾക്കും ജനറലൈസ് ചെയ്യുമ്പോൾ എന്തായിട്ടാണ് ജനറലൈസ് ചെയ്യുക, ടെസ്റ്റുകളിലായിട്ടാണ് ജനറലൈസ് ചെയ്യുക. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻ ആയിട്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇതിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റുകളായിട്ട് വരുന്നത്. അതിലൊന്ന് പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് വിശദീകരിക്കും. അപ്പൊ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് വരുന്നത്. പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്ക്രൈബ് ദ പ്രൊസീജിയേഴ്സ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഇത് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ സിമിലർ ആയിരിക്കും. ചോദ്യത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നല്ലാതെ എന്താണ് ഇവർ ചോദിക്കുന്നതിനുള്ള കാര്യം ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. കാരണം ഇത് വളരെ ജനറലൈസ് ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ എന്നുള്ളത്.
അപ്പൊ ഈ ചോദ്യത്തിന്റെ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പൊ ഏത് രീതിയിൽ വന്നാലും ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മീനിങ് എന്താ, അതിന്റെ കോൺസെപ്റ്റ് എന്താന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം സെയിം തന്നെയാണ്. പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുക, പ്രധാനമായിട്ടുള്ള രണ്ട് ടെസ്റ്റ് ടൈപ്പുകളെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഒന്ന് പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും എന്നാണ്. ഓക്കെ, പിന്നെ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഹൈപ്പോതെസിസ്. രണ്ട് ടൈപ്പ് ഹൈപ്പോതെസിസ് ഉണ്ടാവും മെയിൻലി. ഒന്ന് നൽ ഹൈപ്പോതെസിസ് ആയിരിക്കും, മറ്റൊന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആയിരിക്കും. നൽ ഹൈപ്പോതെസിസ് എന്താ സൂചിപ്പിക്കുന്നത്, രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല, നാം റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് നടത്തുക. പക്ഷെ നൽ ഹൈപ്പോതെസിസ് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഒരു നൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നൽ ഹൈപ്പോതെസിസ് എങ്ങനെ എഴുതാറിയോ, എച്ച് ഇട്ടിട്ട് അതിന്റെ അടിയിൽ 0 ഇങ്ങനെ ഇടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നൽ ഹൈപ്പോതെസിസ് എന്നാണ്. നൽ ഹൈപ്പോതെസിസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നൽ ഹൈപ്പോതെസിസിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ചുകളൊക്കെ നടക്കുക. കേരളത്തിലെ കുട്ടികളുടെ എന്താ ഒരു ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ, ഞാൻ ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ക്ലാസ് റൂം മെത്തഡ്സ്, ക്ലാസ് ടേക്കിംഗ് മെത്തഡ്സ്, രണ്ട് ടൈപ്പ് മെത്തഡ്സ് ടെസ്റ്റ് ചെയ്യും. ഒന്ന് ട്രഡീഷണൽ മെത്തഡ് ആയിരിക്കും, ഒന്ന് മോഡേൺ മെത്തഡ് ആയിരിക്കും. അപ്പൊ ട്രഡീഷണൽ മെത്തഡ് ആയിരിക്കും കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുക, കുട്ടികൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോഡേൺ മെത്തഡ് ആയിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ഉപയോഗിക്കും, റിസർച്ച് നടത്തും. അപ്പോൾ നൽ ഹൈപ്പോതെസിസ് വെക്കും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് വെക്കും. ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആയിരിക്കും നമ്മുടെ റിസർച്ചിന്റെ ടോപ്പിക്. ആ റിസർച്ചിന്റെ ടോപ്പിക് എന്താണ് പറയുന്നത്, ട്രഡീഷണൽ മെത്തഡിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത്, കൂടുതൽ ഉപകാരപ്രദമാവുന്നത് മോഡേൺ ടീച്ചിങ് മെത്തഡാണ് എന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് സൂചിപ്പിക്കുകയാണെങ്കിൽ, നൽ ഹൈപ്പോതെസിസ് എന്ത് സൂചിപ്പിക്കും, അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. മോഡേൺ ടീച്ചിങ് മെത്തഡ് ആണെങ്കിലും ട്രഡീഷണൽ മെത്തഡ് ആണെങ്കിലും രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കുട്ടികളുടെ പഠന രീതിയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്ന് നൽ ഹൈപ്പോതെസിസ് പറയും. പക്ഷെ അതിനെ വിരോധിച്ചിട്ടാണ്, അതിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് നാം റിസർച്ച് നടത്തുന്നത്. എന്ത്, ഇങ്ങനെ രണ്ട് ക്ലാസ് ടേക്കിംഗ് മെത്തഡ്സിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പോ അതാണ് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ഹൈപ്പോതെസിസ്. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞാൽ, എല്ലാ ടെസ്റ്റുകളും ഈ രണ്ട് ഹൈപ്പോതെസിസ് ബേസ്ഡ് ആയിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് ഒരു ഹൈപ്പോതെസിസ് വെക്കും. ഈ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ ഫസ്റ്റ് എന്താവും, ലിറ്ററേച്ചർ റിവ്യൂ നടത്തും. നല്ലോണം ലിറ്ററേച്ചർ ഒക്കെ വായിച്ച് ഇങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ കണ്ടെത്തും. ശരിക്കും ഇങ്ങനെ നടന്നിട്ടുണ്ടോ, ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടോ, കേരളത്തിലെ ഹൈസ്കൂൾ കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തഡിനെ കുറിച്ച് ആരെങ്കിലും റിസർച്ച് മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തും. ഒരു ഹൈപ്പോതെസിസ് വെക്കും. ഹൈപ്പോതെസിസ് ഇതാണ്, ഇന്ന് വ്യത്യാസം ഉണ്ടാവും, ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് നല്ല ഹൈപ്പോതെസിസ്. ഓക്കെ, യൂണിറ്റ് 2ലേക്ക് എടുക്കാം. യൂണിറ്റ് 2 എന്താണ് പറയുന്നത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്ക്രൈബ് ദെയർ അസംഷൻസ്. പാരാമെട്രിക്കും നോൺ പാരാമെട്രിക് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഈ നോർമൽ പ്രൊബാബിലിറ്റി കർവ് ഉണ്ടാവും. എന്തിന്, പാരാമെട്രിക് ടെസ്റ്റ്. ഇതെന്താണ് ഞാൻ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നോർമൽ പ്രൊബാബിലിറ്റി കർവ് എന്താണ്, സ്ക്യൂഡ് ആയിട്ടുള്ള ഇതെന്താണ്, ഡാറ്റ എന്താണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ടാവും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ടാവും, പിന്നെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആ ടെസ്റ്റില് ഏകദേശം കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യുന്ന ഒരു സ്കോർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും അല്ലെ. എക്സാം ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാം ആണെങ്കിൽ ഒരു 10 കുട്ടികള് കുറവ് മാർക്കും ഒരു 10 കുട്ടികൾ നല്ലോണം മാർക്ക് നേടുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരൊരു ആവറേജ് ആയിരിക്കും അവരെ മാർക്കൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. മാർക്ക് ഒക്കെ ആ ഭാഗത്തായിരിക്കും, ഒരു സെൻട്രൽ ഭാഗത്തായിരിക്കും എന്തായിട്ടുണ്ടാവുക, ഇങ്ങനെ പരന്ന് കിടന്നിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കാം, അത് ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ട് ബെൽ കർവ് ആയിരിക്കും അതുണ്ടാവുക. ബെൽ കർവ് സ്ക്യൂഡ് ആകുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ പോകും. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും.
പിന്നെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ലാസ്റ്റ് അറ്റത്തൊരു കയറ്റം ഉണ്ടാവും ഇങ്ങനെ. പക്ഷെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ രണ്ട് സൈഡും സെയിം ആയിരിക്കും, രണ്ടും ഇങ്ങനെ ഒരു ബെൽ കർവ്ഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവും. ബെൽ കർവ്ഡ് ഷേപ്പിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഈ ഭാഗത്ത് കുറച്ച് ഡാറ്റാസ് ഉണ്ട്, ഈ ഭാഗത്തും കുറച്ച് ഡാറ്റാസ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഡാറ്റാസ് സ്ഥിതി ചെയ്യുന്നത് ഈ മോളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്താണ്. അതായത് മാത്സ് ടെസ്റ്റ് നടത്തി ടീച്ചർ ഒരു സ്കൂളില്. അപ്പൊ കുട്ടികളുടെ ആവറേജ് സ്കോർ നോക്കും. 5 കുട്ടികൾക്ക് 100-ൽ 20 മാർക്കാണ്, 20-നേക്കാൾ കുറവാണ്. ഒരു 5 കുട്ടികൾക്ക് 80-നേക്കാൾ മുകളിലാണ്. പക്ഷെ ബാക്കിയുള്ള കൂടുതൽ കുട്ടികൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക? ഒരു 50-ന്റെയും 70-ന്റെ ഇടയിൽ ഉണ്ടാവും. 50-ന്റെയും 70-ന്റെ ഇടയിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഉപയോഗിക്കുക. അതെന്താന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ സ്കീവ്ഡ് ആണെങ്കിൽ, ഡാറ്റ സ്കീവ്ഡ് ആണെങ്കിൽ, അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്കീവ്ഡ് ഇങ്ങനെ പോകും. ഈ നെഗറ്റീവ്ലി സ്കീവ്ഡ് ആണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു അറ്റത്താണ് കൂടുതൽ മാർക്കുകളൊക്കെ സംഘടിച്ച് നിൽക്കുകയാണെങ്കിൽ സ്കീവ്ഡ് ഡാറ്റ ആയിരിക്കും. ആ സ്കീവ്ഡ് ഡാറ്റ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതിയാൽ പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. ഈ 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതിയാൽ തന്നെ 50 മാർക്കിലായിരിക്കും ഇത് എക്സാം നടക്കുക. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സ്റ്റാറ്റിലൊക്കെ എങ്ങനെ അറിയാം വരാ? 4 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിരിക്കും, പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും. ഒരു 4 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് കിട്ടി. 20 മാർക്കോ അല്ലെങ്കിൽ ഒരു 30 മാർക്ക് കിട്ടിയാൽ പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. അപ്പോ ഇത് എന്താക്കുക, നല്ലോണം മനസ്സിലാക്കി എഴുതുക. പാരാമെട്രിക് ടെസ്റ്റ് എപ്പോൾ ഉപയോഗിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഉപയോഗിക്കും. സ്കീവ്ഡ് ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുക. ഇതിന്റെ എസംഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ വരും? വിൽകോക്സൺ സൈൻ ടെസ്റ്റ് വരും, ഇങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ വരും. ഓക്കെ, പിന്നെ ക്രുസ്കൽ വാലിസ് വരും, അനോവ എന്നൊക്കെ ഉണ്ടല്ലോ. അനോവ, ടി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് പെയർഡ് ടി ടെസ്റ്റ്, അനോവ, പിന്നെ മനോവ, ആൻകോവ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോർമലി പ്രൊബാബിലിറ്റി കർവ് ഉള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. പാരാമെട്രിക് ടെസ്റ്റുകളായിരിക്കും ഇത്. മറ്റേ പിന്നെ വിൽകോക്സൺ റാങ്ക് സൈൻ ടെസ്റ്റ്, സൈൻ റാങ്ക് ടെസ്റ്റ്, പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റ്, ക്രുസ്കൽ വാലിസ് ഒക്കെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് വരെ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിന്റെ അസംഷൻസ് എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുക പാരാമെട്രിക് ടെസ്റ്റുകൾ. ഔട്ട്ലയേഴ്സ് ഉണ്ടാവാതിരിക്കുക. ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് ഉണ്ടാവും ഒരു കുട്ടിക്ക്. ചിലപ്പോൾ ഒരു കുട്ടിക്ക് 100-ൽ 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ സംഘടിച്ചിട്ടുണ്ടാവും? 20-ന്റെയും 30-ന്റെയും 40, 50, 60, 70 ഇതിന്റെ റേഞ്ചിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം എന്തുണ്ടാവും? 5 മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങേ അറ്റത്ത് ഒരു ഔട്ട്ലയർ ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നാൽ എന്താവും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കൂല. ഡൗട്ട് ഉണ്ടോ? അപ്പോ പാരാമെട്രിക് ടെസ്റ്റ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇതിൽ ഉപയോഗിക്കും. എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ഓക്കെ, അപ്പോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുന്നുണ്ടാവുമല്ലോ. ടെക്സ്റ്റ് ബുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് പാരാഗ്രാഫ്സ് ഒക്കെ വായിച്ചാൽ തന്നെ ഇത് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഓക്കെ, എക്സ്പ്ലെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പാരാമെട്രിക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് അസംഷൻസ്. ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരാമെട്രിക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ നോക്കാം. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് എന്തൊക്കെ വരിക? പെയർഡ് ടി ടെസ്റ്റ് വരിക. ഇതൊക്കെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഈ ടെസ്റ്റുകളൊക്കെ കണ്ട് എഴുതി വിട്ടാൽ മതി. പെയർഡ് ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്, പിന്നെന്താ അനോവ, 1 വേ അനോവ, 2 വേ അനോവ, ഇതൊക്കെ എന്താക്കാം എഴുതുക. പിന്നെ
ഇതിലില്ല, പക്ഷെ പ്രധാനമായിട്ടും പാരാമെട്രിക് ടെസ്റ്റുകൾ വരുന്നതാണ്. പിയേഴ്സൺസ് കോറിലേഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് എന്തൊക്കെ? സൈൻ ടെസ്റ്റ്, വിൽകോക്സൺ സൈൻ ടെസ്റ്റ് ഉണ്ടാവും, മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഉണ്ടാവും. സൈൻ ടെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? ടി ടെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സൈൻ ടെസ്റ്റ്. പിന്നെ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ഈ പേർഡ് ടി ടെസ്റ്റ് എന്താന്ന് പറഞ്ഞാല് ക്ലാസ്സുകളൊക്കെ വിശദീകരിച്ചതാണ്, പക്ഷെ ഒന്നും കൂടി പറയാം. പേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം സംഭവിച്ചതിന്റെ മുമ്പും ശേഷവും മാറ്റമുണ്ടോ? ഒരേ വേരിയബിൾ ആയിരിക്കും, ഒരു കാര്യം സംഭവിക്കും, അതിന്റെ മുമ്പും അതിന്റെ ശേഷവും വ്യത്യാസം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പേർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. പക്ഷെ രണ്ട് വേരിയബിൾസ് തമ്മിൽ, രണ്ട് മീനുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യും. പക്ഷെ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് യൂസ് ചെയ്യും? അനോവ യൂസ് ചെയ്യും. അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഈ പേർഡ് ടി ടെസ്റ്റിന് എതിരായിട്ട് വരുന്നതാണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ് എന്ത്? ഇത് സൈൻ ടെസ്റ്റ് എന്നുള്ളത്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റില് മാൻ വിറ്റ്നി യു ടെസ്റ്റ്. അനോവക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്? ക്രുസ്കൽ വാലിസ്. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെക്കുക. പാരാമെട്രിക് ടെസ്റ്റിന്റെ അസംഷൻസ് ഒക്കെ മനസ്സിലായില്ലേ? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, ഔട്ട്ലയേഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനത്തെ 30-നേക്കാൾ കൂടുതലായിരിക്കണം ഉണ്ടാവുന്നത്. ഓക്കെ, 30-നേക്കാൾ കൂടുതൽ ഉണ്ടാവും. 30, അതായത് മിനിമൽ ത്രിഷോൾഡ് എത്രയാണ്? 30 ആയിരിക്കണം ഉണ്ടാവുക, റിസർച്ച് ചെയ്ത് ആൾക്കാർ. അതിനേക്കാൾ കൂടുതൽ ആണെങ്കിലാണ് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുക. പക്ഷെ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് അസംഷൻസ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ്. സെയിം ആണ്, പറഞ്ഞത് തന്നെയാണ്. വാട്ട് ഈസ് പാരാമെട്രിക് ടെസ്റ്റ്? എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അണ്ടർ പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഈ മുഴുവൻ കാര്യങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ച് തന്നതാണ്. പാരാമെട്രിക് ടെസ്റ്റുകളിലൊക്കെ എന്തൊക്കെ ടെസ്റ്റുകൾ വരും, നോൺ പാരാമെട്രിക് ടെസ്റ്റിന്റെ അണ്ടറിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിൽ എന്തൊക്കെ ടെസ്റ്റുകൾ വരും എന്നൊക്കെ ഇപ്പോൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ്സുകളൊക്കെ കയറി നോക്കുക. ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, റെക്കോർഡഡ് വേർഷൻ ഒക്കെ കിട്ടും, അത് നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻസ്. രണ്ട് മീനുകൾ തമ്മിലുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ യൂണിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിലൊരു ചോദ്യമാണ് എന്ത്? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? Describe the fundamental concepts in determining the significance of the difference between means. Describe the fundamental concepts in determining the significance of the difference between means. രണ്ട് മീന്, ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ്, മീനുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത്. രണ്ട് മീനുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ മീനാണ്. ഉദാഹരണം പറയാം. ഇപ്പൊ പേർഡ് ടി ടെസ്റ്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോച്ചിങ് കൊടുത്തു, കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു, അവരെ ഒരു ടെസ്റ്റ് നടത്തി, അവർക്ക് മെമ്മറി കപ്പാസിറ്റി എത്ര ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് ഒക്കെ നടത്തി അതിന്റെ റിസൾട്ട് ഒക്കെ നോക്കി. അപ്പൊ കുറച്ച് കുട്ടികൾക്ക് ഒരു ഏകദേശം മാർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതേ സെയിം കുട്ടികളെ വെച്ചിട്ട് അവർക്ക് ഒരു കോച്ചിങ് കൊടുത്തു. മെമ്മറി റിട്ടൻഷൻ പറ്റിയുള്ള കോച്ചിങ്ങും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും അതേ കുട്ടികളെ വെച്ചിട്ട് വീണ്ടും മെമ്മറി ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മുമ്പുള്ള മാർക്കിനേക്കാൾ ട്രെയിനിങ്ങിന് ശേഷം മാർക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പാരാമെട്രിക് ടെസ്റ്റുള്ള പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് എന്ത്? പേർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. എന്തായിരിക്കും? രണ്ട് വ്യത്യസ്തമായ മീനുകൾ തമ്മിലായിരിക്കും. ചിലപ്പോൾ ബോയ്സും ഗേൾസും തമ്മിലുള്ള വ്യത്യാസം നോക്കാനായിരിക്കും. ബോയ്സിന്റെ മാർക്കാണോ കൂടുതലുള്ളത്, ഗേൾസിന്റെ മാർക്കാണോ കൂടുതലുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ട് ബോയ്സിനാണോ കൂടുതൽ മാത്സിൽ സ്കോർ ഉള്ളത്,
ഓർ ഗേൾസിനാണോ മാത്സിൽ കൂടുതൽ സ്കോർ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യും. അതിന്റെ കമ്പ്യൂട്ടേഷൻ മെത്തഡ്സ് ഒക്കെ അടുത്ത സെഷനിൽ വിശദീകരിച്ച് തരുന്നതായിരിക്കും. അതിനുശേഷമാണ് എന്ത് വരുന്നത്? 2 മീനിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. അത് നൽ ഹൈപ്പോത്തസിസിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് യൂസ് ചെയ്യും? അനോവ യൂസ് ചെയ്യും. അനോവ എന്ത് ചെയ്യും? 2 കൂടുതൽ എന്തുണ്ടാവും? മീനുകൾ ഉണ്ടെങ്കിൽ 3 മീനായിരിക്കും ഉണ്ടാവുക. 3 മീൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അനോവ യൂസ് ചെയ്യും. അതിന് എന്തായിരിക്കും? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. അനോവയ്ക്ക് എത്ര വേരിയബിൾ ആയിരിക്കും? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും 2 കൂടുതൽ ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. Explain the need and importance of testing the significance of difference between means. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇപ്പൊ ജെൻഡർ ഡിഫറൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളാണോ കൂടുതൽ മാത്സിൽ നല്ല മാർക്ക് നേടുന്നത്, പെൺകുട്ടികളാണോ മാത്സിൽ നല്ല മാർക്ക് നേടുന്നത്, അല്ലെങ്കിൽ സയൻസിൽ ആരാണോ കൂടുതൽ മാർക്ക്, അല്ലെങ്കിൽ 2 ക്ലാസ് ആയിരിക്കും. ക്ലാസ് എയിലെ കുട്ടികളാണോ നല്ല ഉഷാറായിട്ടുള്ളത്, ക്ലാസ് ബിയിലെ കുട്ടികളാണോ ഉഷാറായിട്ടുള്ളത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഡിഫറൻസ് മീനുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മീനുകൾ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കും. അതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ. പിന്നെ മെത്തേഡ്സ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മീൻസ്, ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ്, കോറിലേറ്റഡ്, ഇതൊക്കെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടേഷൻ മെത്തേഡിൽ വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ. 4ാമത്തെ യൂണിറ്റിലേക്ക് എടുക്കാം. 4ാമത്തെ യൂണിറ്റിൽ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ട് വൺ വേ അനോവ. ഇത് മറ്റേ കമ്പ്യൂട്ടേഷൻ സെഷനിൽ പറയുന്നതായിരിക്കും. പാരാമെട്രിക് ടെസ്റ്റിന്റെ ഇത് 1 വേ അനോവ പാരാമെട്രിക് ടെസ്റ്റിലാണ് വരുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ഫാക്ടോറിയൽ ഡിസൈൻ ആൻഡ് എക്സ്പ്ലെയിൻ 2 വേ അനോവ വിത്ത് മെയിൻ ആൻഡ് ഇന്ററാക്ഷൻ എഫക്ട്സ്. ഫാക്ടോറിയൽ ഡിസൈൻസ് ഉണ്ടാവും. 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ 2 ഫാക്ടേഴ്സ് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് 2 വേ അനോവ നോക്കുക. 1 വേ അനോവ അങ്ങനല്ല. 1 വേ അനോവ എങ്ങനെ ഉണ്ടാവുക? ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. അതിന് 2 കൂടുതൽ എന്തുണ്ടാവും? ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ഓക്കെ. ടെസ്റ്റ് സ്കോർ എന്നുള്ളത് ഒരു എന്തായിരിക്കും? അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം വെക്കാം. ടെസ്റ്റ് സ്കോർ ബാധിക്കുന്നുണ്ടോ? എന്തൊക്കെ ബാധിക്കും ടെസ്റ്റ് സ്കോറിനെ? അത് ടെസ്റ്റ് സ്കോർ എന്നുള്ള ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടെസ്റ്റ് സ്കോറും വേറെ 2 ഈ ഡിപെൻഡന്റ് വേരിയബിൾ വെക്കുക. അതിനൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറുന്നതിനനുസരിച്ചിട്ട് ഈ 3 ഡിപെൻഡന്റ് വേരിയബിൾ എത്രത്തോളം മാറുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1 വേ അനോവ യൂസ് ചെയ്യും. പക്ഷെ 2 വേ അനോവ എപ്പോഴാണ് യൂസ് ചെയ്യുക? 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ എന്റെ ലൈവ് സെഷൻസിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ് പോയി കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ടൈപ്പ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ക്ലാസ്സുകളായിരിക്കും, ചിലപ്പോൾ ജെൻഡേഴ്സ് ആയിരിക്കും. അങ്ങനെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ. അതിന്റെ ഇന്ററാക്ഷൻ, ചിലപ്പോ 2 ഫാക്ടേഴ്സ് തമ്മിൽ ബന്ധമുണ്ടാവും. ചിലപ്പോ 2 ഫാക്ടേഴ്സ് തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അതിന്റെ ഇന്ററാക്ഷൻ തമ്മിൽ ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതെന്താണെന്നുള്ളത് ക്ലാസ്സിൽ നോക്കിയാൽ മതി. പിന്നെ യൂണിറ്റ് 5 and 6 കൈ സ്ക്വയർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തഡും കൂടിയാണ്. കൈ സ്ക്വയർ എന്തായിരിക്കും? 2 വേരിയബിളും കാറ്റഗറിക്കൽ വേരിയബിൾ ആയിരിക്കും. ഡിഫൈൻ കൈ സ്ക്വയർ ആൻഡ് എലുസിഡേറ്റ് ഇറ്റ്സ് അസംഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും കാറ്റഗറിക്കൽ സ്കെയിൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അതായത് ജെൻഡർ എന്നുള്ളത് കാറ്റഗറിക്കലാണ്. അതൊരു കണ്ടിന്യൂസ് ഇതല്ലല്ലോ. 2 കാറ്റഗറിയാണ്, മെയിലാണ് ഫീമെയിലാണ്. 2 കാറ്റഗറീസ് ആണ് ജെൻഡർ എന്നുള്ളത്. പിന്നൊന്ന് അതൊരു കാറ്റഗറി ആണെങ്കിൽ വേറൊരു കാറ്റഗറി, ഇപ്പോ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്താം. യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഏത് ഐസ്ക്രീം ഫ്ലേവർ ആണ് കൂടുതൽ താല്പര്യമുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് എന്ത് ചെയ്ത് 2 കാറ്റഗറിയായി തിരിച്ചു. ഗേൾസ്, ബോയ്സ്. പിന്നെ വേറൊരു കാറ്റഗറിയും കൂടിയുണ്ട്. എന്ത്? ഐസ്ക്രീം ഫ്ലേവേഴ്സിന്റെ 2 കാറ്റഗറി ഉണ്ടാവും. സ്ട്രോബെറി ആണോ, വനില ആണോ? അത് 2 കാറ്റഗറി ആണല്ലോ.
ജെൻഡേഴ്സ് മെയിൽ ഫീമെയിൽ. അപ്പൊ ഇങ്ങനെ രണ്ട് ഡിപെൻഡന്റ് വേരിയബിൾ, ഒരു വേരിയബിൾ എന്തായിരിക്കും കാറ്റഗറികളായിരിക്കും, മറ്റൊരു വേരിയബിൾ കാറ്റഗറികളായിരിക്കും. അത് രണ്ട് തമ്മിലുള്ള ബന്ധം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് സെഷനിൽ ഒരു ഉദാഹരണമൊക്കെ വെച്ചിരുന്നു. ആണുങ്ങളാണോ കൂടുതൽ മൂവീസ് പ്രിഫർ ചെയ്യുന്നത്, പെണ്ണുങ്ങളാണോ പ്രിഫർ ചെയ്യുന്നത്, അല്ല ബുക്കാണോ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദാഹരണം വെച്ച് നോക്കിയിട്ടുണ്ട്. അത് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ, അത് ഒന്ന് ചെയ്തൊക്കെ നോക്കിയാൽ ഈ കമ്പ്യൂട്ടേഷനൊക്കെ 4-5 ഉദാഹരണമൊക്കെ വെച്ച് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഒബ്സർവ്ഡ് ഡാറ്റയും എക്സ്പെക്റ്റഡ് ഡാറ്റയും നോക്കാൻ വേണ്ടിയിട്ടാണ് കൈ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ ദ ഗീവൻ ഡാറ്റ, അത് കമ്പ്യൂട്ടേഷൻ സെഷനിൽ പറയുന്നതായിരിക്കും. മാൻ വിത്ത് ന്യൂ ടെസ്റ്റ്, മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടി ടെസ്റ്റിന്റെ നോൺ പാരാമെട്രിക് വേർഷൻ ആയിരിക്കും എന്ത് മാൻ വിത്ത് ന്യൂ ടെസ്റ്റ്. ഇതിലുള്ള ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സെഷനിൽ ചെയ്യുന്നതെല്ലാം അടുത്ത സെഷനിൽ ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ അസംപ്ഷൻസ് ഓഫ് മാൻ വിത്ത് ന്യൂ ടെസ്റ്റ്. അതായത് 30-നേക്കാൾ കുറവാണ് ആളുകൾ ഉള്ളത് എങ്കിൽ, 2 മീൻസ് ആണ് ഉള്ളത് എങ്കിൽ എന്ത് യൂസ് ചെയ്യും? മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് യൂസ് ചെയ്യും. അതേ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ 30-നേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് എന്തും കൂടിയാണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡാറ്റ എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡും കൂടിയാണ്. അതിന്റെ കൂടെ എന്തും കൂടിയാണ്. 30-നേക്കാൾ കൂടുതൽ ആളും ഉണ്ട് എങ്കിൽ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെ ഇല്ല, ആ എസംഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് യൂസ് ചെയ്യും? മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് യൂസ് ചെയ്യും. ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. എന്തിന്റെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും ഇത്? ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് നോൺ പാരാമെട്രിക് വേർഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് യൂണിറ്റ് 9 എന്താണ് പറയുന്നത്? യൂണിറ്റ് 8 അല്ലെ, മീഡിയൻ ടെസ്റ്റ്. മീഡിയൻ ടെസ്റ്റ് എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. എക്സ്പ്ലെയിൻ മീഡിയൻ ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ട് ഫോർ 1 സാമ്പിൾ ഓർ 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾ. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ്, കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഇത് എന്താ നോക്കാം. മീഡിയൻ ടെസ്റ്റ് എന്നുള്ളത് അതിന്റെ മെയിൻ അസംപ്ഷൻ എന്താന്ന് വെച്ചാൽ, മീഡിയനുകൾ തമ്മിൽ ഇതുണ്ടോ, വ്യത്യാസം ഉണ്ടോ? ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ളത് നൽ ഹൈപ്പോതെസിസ് ആയിരിക്കും. നൽ ഹൈപ്പോതെസിസിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നൽ ഹൈപ്പോതെസിസിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മീഡിയൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാ ടെസ്റ്റുകൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നൽ ഹൈപ്പോതെസിസിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയൻ ടെസ്റ്റ് യൂസ് ചെയ്യും. മീഡിയൻ ടെസ്റ്റ് ആണ് ഏറ്റവും, എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറച്ച് ഈസി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനൊക്കെ ഉള്ളത് മീഡിയൻ ടെസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. വളരെ ഈസിയാണ്. അതൊന്ന് എങ്ങനെയാണ് അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, അത് സെഷനിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, മീഡിയൻ ടെസ്റ്റ്. മീഡിയൻ ടെസ്റ്റിന് 2 മീഡിയനുകൾ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ആയിരിക്കും. 2 വേരിയബിൾസ് ഉണ്ടാവും, അത് 2ന്റെ മീഡിയൻ നോക്കുക. സാധാരണ നമ്മൾ മീനാണ് നോക്കുക അല്ലെ. ടി ടെസ്റ്റുകളിലൊക്കെ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആണെങ്കിലും അനോവ ആണെങ്കിലും എല്ലാത്തിന്റെ മീൻ ആയിരിക്കും നോക്കുക. മീഡിയൻ ആയിരിക്കും എപ്പോ നോക്കുക? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് മീഡിയൻ ടെസ്റ്റ്, അത് മനസ്സിലാക്കണം. മീഡിയൻ ടെസ്റ്റ് എന്താണ്? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അത് 2 ടെസ്റ്റുകളുടെ 2 വേരിയബിൾസിന്റെ മീഡിയൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ അടുത്തത് യൂണിറ്റ് 9 ക്രുസ്കൽ വാല്യൂസ് ആണ്. ക്രുസ്കൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ അനോവന്റെ നോൺ പാരാമെട്രിക് വേർഷൻ ആണ് ക്രുസ്കൽ വാല്യൂസ്. ഇതിലിപ്പോ പറയുന്നത് എക്സ്പ്ലെയിൻ ക്രുസ്കൽ വാല്യൂസ് അനോവ ടെസ്റ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം വൺ വേ അനോവ. ഡിസ്ക്രൈബ് ഇറ്റ്സ് അസംപ്ഷൻസ്. വൺ വേ അനോവയിൽ നിന്ന് ക്രുസ്കൽ വാല്യൂസ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? അനോവ എന്ന് പറയുമ്പോൾ അത് പാരാമെട്രിക് ടെസ്റ്റ് ആണ്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഡാറ്റാസ് ഒക്കെ ബെൽ കർവ്ഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ 30-നേക്കാൾ കൂടുതൽ കുറവാണെങ്കിൽ ക്രുസ്കൽ വാല്യൂസ് യൂസ് ചെയ്യും. ഈ ഇൻഡിപെൻഡന്റ് ടെസ്റ്റിന് പകരമായിട്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ 2-നേക്കാൾ കൂടുതൽ മീനുകളുണ്ട്, 2-നേക്കാൾ കൂടുതൽ വേരിയബിൾസ് ഉണ്ട്. അപ്പോ പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ അനോവ യൂസ് ചെയ്യുന്നിടത്ത് നോൺ പാരാമെട്രിക് ആവുമ്പോൾ ക്രുസ്കൽ വാല്യൂസ് യൂസ് ചെയ്യും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ അസംപ്ഷൻസ് ഒക്കെ ക്ലാസ്സുകളിലേക്ക് വിശദീകരിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പുകൾ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവും.
ഫസ്റ്റ് ഒരു ടി വാല്യൂ കണ്ടെത്തുക, പി വാല്യൂ കണ്ടെത്തുക, സിഗ്നിഫിക്കൻസ് ലെവൽ കണ്ടെത്തുക. ഇതൊക്കെ ക്ലാസ്സിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ടാവും. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. എന്താണ് സിഗ്നിഫിക്കൻസ് ലെവല്? സിഗ്നിഫിക്കൻസ് ലെവൽ 2 ടൈപ്പായിട്ട് ആണ് ഉള്ളത്, മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് 0.05 ആയിരിക്കും, ഒന്ന് 0.01 ആയിരിക്കും. എപ്പോഴാണ് 0.05 വരിക? കൂടുതലും 0.05 ആണ് വരാൻ സാധ്യത ഉള്ളത്. 0.05 എന്ന് പറയുമ്പോൾ വെറും 0.05 മാത്രമേ തെറ്റ് ഈ റിസർച്ചിൽ വരാൻ സാധ്യതയുള്ളൂ. എത്ര? 100-ൽ വെറും 5% മാത്രമേ റാൻഡം ചാൻസസ് കൊണ്ട് മാത്രമേ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. 5 കൂടിയാൽ ആ ടെസ്റ്റിന്റെ വാലിഡിറ്റിനെ അത് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, മറ്റേ 0.01 ആകുമ്പോൾ 1% ചാൻസ് മാത്രമേ ഈ റിസർച്ച് തെറ്റാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ 2 വേരിയബിൾ തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ, ഈ ബന്ധം റാൻഡം ചാൻസ് മുഖേന വന്നതായിരിക്കാം. ചിലപ്പോൾ റിസർച്ച് ഈ വേരിയബിൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് വന്നതായിരിക്കില്ല, ചിലപ്പോൾ ചാൻസ് കൊണ്ട് വന്നതായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. വെറും 1% മാത്രമേ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് 0.01 സിഗ്നിഫിക്കൻസ് ലെവൽ സൂചിപ്പിക്കുന്നുണ്ട്. 0.05 എന്താണ് സൂചിപ്പിക്കുന്നത്? 5% മാത്രമേ റാൻഡം എറർ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ റിസർച്ചുകളിലൊക്കെ നല്ല റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് 0.01 സിഗ്നിഫിക്കൻസ് ലെവൽ വെക്കുക എന്നുള്ളത്. കൂടുതൽ റിസർച്ചുകളൊക്കെ എന്തായിരിക്കും വെക്കുക? 0.05 ആയിരിക്കും വെക്കുക. അതായത് 95% ഈ റിസർച്ച് വാലിഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്നു. 0.05 സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ടെങ്കിൽ 99% എന്റെ റിസർച്ച് വാലിഡ് ആണ്, എന്റെ റിസർച്ച് റിലയബിൾ ആണ് എന്ന് സൂചിപ്പിക്കുന്നു. 0.01 സിഗ്നിഫിക്കൻസ് ലെവൽ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫോർമുലാസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റ് ചെയ്ത് മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല വിശദീകരിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. ഇഗ്നോയിൽ പൊതുവെ ഒരു പ്രശ്നമായിട്ട്, നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണല്ലോ അല്ലെ? ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. എത്ര ഉഷാറാക്കി എഴുതിയാലും ചിലപ്പോ അവര് മാർക്കൊന്നും അങ്ങനെ തരൂല, വാല്യുവേഷൻ ഒന്നും കറക്റ്റ് ചെയ്യൂല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എഴുതുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് വിശദീകരിച്ച് മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് മറ്റേ എന്ത് ചെയ്യാ സബ് ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു നോട്ടത്തിൽ അത് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ മാർക്ക് കിട്ടരും. 5 ക്വസ്റ്റ്യൻ. അതെ, ഡൗട്ട് ഉണ്ടോ? ബ്ലോക്ക് 4 ഓക്കെ. ഇതുണ്ടല്ലേ, ഇത് ബാക്കിയുണ്ടല്ലേ. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. യൂണിറ്റ് 10 ഇതൊന്നും ചോദിക്കാൻ സാധ്യത ഇല്ല പൊതുവെ. ഇതിലെന്താ അറിയാ ചെയ്യാ? SPSS എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. എന്താണ് സോഷ്യൽ സയൻസസ് എന്നുള്ളതാണ് ഇത്. ഇതൊരു മെയിൻ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദ സോഷ്യൽ സയൻസസ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് വായിച്ചു നോക്കുക, അണ്ടർലൈൻ ചെയ്ത് നോക്കുക, നോട്ട്സ് ഒന്ന് ചെയ്ത് വെക്കുക. എന്നിട്ട് അതേ രീതിയിൽ പോയി എഴുതിയാൽ മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിന്റെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഇതുവരെ എഴുതി SPSS കുറിച്ചിട്ട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, പറയുന്നത് കേട്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഇതൊന്ന് നോക്കി വെക്കുക. ഇതിപ്പോ അങ്ങനെ പ്രധാനമായിട്ട് അങ്ങനെ ചോദിക്കാൻ സാധ്യതയല്ല, കാരണം ഭയങ്കര ടഫുമാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നത് ANOVA വരാൻ സാധ്യതയുണ്ട്. പിന്നെ
Chi-square, Man-Whitney ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ തോന്നുന്നത്. പിന്നെ ഏതായാലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ചോദിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് അറിവുണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഈ കാൽക്കുലേഷനിൽ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ എഴുതുന്നുണ്ടത്? ഈ കാൽക്കുലേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇന്റർപ്രിട്ടേഷൻ എഴുതേണ്ടതുണ്ടോ? ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ ചില മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്നുകിൽ കാൽക്കുലേഷൻ ചെയ്യാനായിരിക്കും പറയാ, അല്ലെങ്കിൽ ഈ സംഭവം എന്താന്ന് ചോദിക്കും. എന്താണ് SPSS എന്ന് ചോദിക്കും, അതിനെ കുറിച്ച് ചെയ്യുക. അല്ലാതെ കാൽക്കുലേഷന്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ അങ്ങനെ അനോവൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ടെക്സ്റ്റിലുണ്ട്, അതുപോലെ നമുക്ക് എക്സാമിന് എഴുതേണ്ടി വരുമോ? അങ്ങനെ ചോദിക്കൂല. ടെക്സ്റ്റ് ബുക്കിലുള്ള അത്രയും ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇങ്ങനൊരു ചോദ്യം വന്നിരുന്നു, അതായത് മാൻ-വിറ്റ്നി ടെസ്റ്റിന്റെ അസംപ്ഷൻസ് എന്താണെന്നുള്ള ചോദ്യം വന്നത്. അതായത് കമ്പ്യൂട്ടേഷന് പുറമെ അസംപ്ഷൻസ് എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നിയത് ഒരു വർഷം. എന്തിന്റെ പുറമെ? അതായത് മാൻ-വിറ്റ്നി ടെസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ ഇല്ലേ, ആ കമ്പ്യൂട്ടേഷന്റെ ഒപ്പരം തന്നെ ഇതിന്റെ അസംപ്ഷൻസും കൂടി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ രണ്ട് ഭാഗങ്ങളാക്കി എഴുതുക. അസംപ്ഷൻസ് എന്താ, അസംപ്ഷൻസ് ഒക്കെ പറഞ്ഞല്ല, മാൻ-വിറ്റ്നി ടെസ്റ്റിന്റെ അസംപ്ഷൻ എന്താന്ന് എഴുതുക. എന്തായിരിക്കണം, 30 നമ്പേഴ്സ് കുറവായിരിക്കണം. പിന്നെ എന്താണ് മാൻ-വിറ്റ്നി ടെസ്റ്റ്? ഇൻഡിപെൻഡന്റ് ടെസ്റ്റിന്റെ നോൺ പാരാമെട്രിക് വേർഷൻ ആണ് എന്ത് മാൻ-വിറ്റ്നി ടെസ്റ്റ് എന്ന് എഴുതണം. ചിലപ്പോ ആ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ വളരെ കുറവായിട്ടേ വരുള്ളൂ അല്ലെ ഉമേർ സർ? അങ്ങനെ കുറവായിട്ടല്ലേ വരുള്ളൂ? അതെ അതെ, ഏതോ ഒരു വർഷമോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുള്ളൂ. മാൻ-വിറ്റ്നി ടെസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ അതിന്റെ അസംപ്ഷൻ എന്താന്ന് ചോദിക്കുക അല്ലെ? അങ്ങനെയാണോ? യെസ് യെസ്. അപ്പൊ രണ്ടും കൂടി സിമ്പിൾ അല്ലേ? നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലേ, അപ്പൊ അതിന്റെ അസംപ്ഷൻസ് ചെയ്തേ പോരെ. എന്തിന് നോൺ പാരാമെട്രിക് ടെസ്റ്റിന്റെ അസംപ്ഷൻസ് ഒക്കെ ചോദിച്ചു? മാൻ-വിറ്റ്നി അത് എഴുതിയാ മതി. അതാ ഞാൻ ചോദിച്ചു. മാൻ-വിറ്റ്നി പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. സോ അതിന്റെ നോൺ പാരാമെട്രിക് വ്യത്യാസമുണ്ട്. കാരണം രണ്ട് മീനായിരിക്കും എന്തിനുണ്ടാവുക, മാൻ-വിറ്റ്നി ടെസ്റ്റിന് ഉണ്ടാവുക. ക്രുസ്കൽ വാല്യൂസും ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്, പക്ഷെ അതിന് രണ്ടിൽ കൂടുതൽ ഇതുണ്ടാവും, മീൻസ് ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പാരാമെട്രിക് ആവുമ്പോ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് എത്ര മീൻസ് ഉണ്ടാവുക? 2 മീൻസ് ഉണ്ടാവും. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് എന്ത് മാൻ-വിറ്റ്നി ടെസ്റ്റ്. അപ്പൊ ആ മാൻ-വിറ്റ്നി ടെസ്റ്റിലും എത്ര ഇതുണ്ടാവും? 2 മീനേ ഉണ്ടാവുള്ളൂ. 2 മീനേ ഉണ്ടാവുള്ളൂ. അതിന്റെ കൂടെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റിനുള്ള എന്തൊക്കെ അസംപ്ഷൻസ് ഉണ്ടോ അതൊക്കെയാണ് എഴുതി കൊടുത്താൽ മതി. അതേപോലെ ക്രുസ്കൽ വാല്യൂസ് ചോദിച്ചാൽ അതേപോലെ തന്നെ അനോവന്റെ അസംപ്ഷൻസ് ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അസംപ്ഷൻസ് ആൻഡ് എഴുതിയ മാർക്ക് ക്രുസ്കൽ വാല്യൂസ്. ഓക്കെ, പിന്നെ യൂണിറ്റ് 11 ചോദിക്കാൻ സാധ്യതയില്ല. ഡാറ്റ വീവ്, വേരിയബിൾ വീവ്, ഔട്ട്പുട്ട് വീവ്, ഇതൊന്നും ഞങ്ങളെ എഴുതിയപ്പോൾ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഫ്രീക്വൻസി കമ്പ്യൂട്ടേഷൻ യൂസിങ് അത് കുറവായിരിക്കാനാ വരിക അല്ലെ? എന്നാ കമ്പ്യൂട്ടേഷൻ അടുത്ത സെഷനിൽ ഉണ്ടാവും. ഉമേർ സാർ അത് വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് SPSS ഒക്കെ ഡാറ്റ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് ഇങ്ങനെ കുത്തിരുന്ന് നോക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും മതിയായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാല് കൂടുതൽ ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യലാണ് ചെയ്യുന്നത്. അതായത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലും 3 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് കിട്ടുകയും ചെയ്യും. കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ SPSSന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കലാണ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ പിന്നെ സൈക്കോളജിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് കരിയറൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ SPSS ഒക്കെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി.
ഇപ്പൊ അടുത്ത സെഷനിലേക്ക് കിടക്കാം അല്ലെ? നിങ്ങൾക്ക് അഥവാ ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഉണ്ടല്ലോ, അവരോട് കോണ്ടാക്ട് ചെയ്താൽ അവര് ഞങ്ങളോട് പറയുന്ന പ്രശ്നം എന്നുള്ളത്. അപ്പൊ അടുത്ത സെഷനിലേക്ക് കിടക്കല്ലേ അല്ലെ? ബാങ്ക് കൊടുക്കുന്നുണ്ടേ, ഒരു ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ആവട്ടെ. ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? Yes, sir. ഹലോ, ഓക്കെ. എല്ലാരും കിളി പോയോ ക്ലാസ് കേട്ടിട്ട് സ്റ്റാറ്റിന്റെ? ഹലോ, സൈക്യൂവിന്റെ സ്റ്റാറ്റിന്റെ ഫാക്കൽറ്റിയാണ് ഇപ്പൊ ക്ലാസ് എടുത്തത്. ഡൽഹി നിങ്ങൾക്ക് മലയാളം ശരിയായിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടാവില്ല, ആള് മലയാളി അല്ല, അതുകൊണ്ടായിരിക്കും ഒരു ഭാഷ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ആയോ? Yes, sir. Yes. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹലോ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഇനി കമ്പ്യൂട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റാറ്റിയില് എന്താണ് ഞാൻ ഫെയിൽ ആവും എന്ന് എന്താണ് തോന്നി ആരെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ഇത് ഫെയിൽ ആവാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നൊക്കെ തോന്നി ആരെങ്കിലും ഉണ്ടോ? അത്രയും ടഫാണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇത് സീനാണ്, പരിപാടി ഫ്ലോപ്പാണ് എന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ തോന്നിയുണ്ടോ? ആരെങ്കിലും തോന്നിയുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറയാൻ സാറേ? ഇല്ല സാർ. അത് തോന്നിയില്ലേ? ഓക്കെ. ഇല്ല. ഓക്കെ, പൊതുവെ യൂഷ്വലി അധികം ആൾക്കാരും ഫെയിൽ ആവുന്ന ഒരു എക്സാം ആണ് ഈ സ്റ്റാറ്റിന്റെ സെക്കൻഡ് പാർട്ട്. അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റി എന്നുള്ള സബ്ജക്ട് തന്നെ എല്ലാവർക്കും ഒരു ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരു പേപ്പറാണിത്. ആക്ച്വലി ഏറ്റവും സിമ്പിളായി ജയിക്കാൻ പറ്റുന്ന എന്താണ് പേപ്പറാണ് ഈ സ്റ്റാറ്റി സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കമ്പ്യൂട്ടേഷൻ ഞാൻ എന്തിനാ ഇങ്ങനെ നിങ്ങൾക്ക് ഡിസ്പ്ലേ വഴി കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അത്രയും എന്തായിക്കോട്ടെ ഈ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ, ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാ കൂടെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഞാൻ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചോദ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വൺ വേ അനോവയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വൺ വേ അനോവന്റെ ഒരു ചെറിയൊരു സാമ്പിൾ, കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യം, എനിക്ക് ഈ എന്താണ് ഈ കമ്പ്യൂട്ടേഷൻ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്താ പറഞ്ഞാല് 1+1 എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് 2 ആണ് ഉത്തരെങ്കിൽ ആ 2 എന്ന് എഴുതി വെച്ചാൽ 10 മാർക്കോ 100 മാർക്കോ എത്രയും മാർക്ക് എന്ന് വെച്ചാൽ ആ മാർക്ക് കംപ്ലീറ്റ് ആയി കിട്ടും എന്നുള്ളതാണ് ഈ കമ്പ്യൂട്ടേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 മാർക്സിന് അനോവ വൺ വേ അനോവ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആ അനോവ മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് 10 മാർക്ക് കിട്ടും, ഒരു മാർക്ക് വരെ കുറക്കൂല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനി ഇൻ കേസ് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 കിട്ടിയില്ലെങ്കിൽ ഒരു 8-9 എന്തായാലും കിട്ടും. അതായത് അറ്റ്ലീസ്റ്റ് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും,
10 മാർക്ക് കിട്ടും. അപ്പോൾ സ്റ്റാറ്റി ജയിക്കണമെങ്കിൽ 3 കമ്പ്യൂട്ടേഷൻ മാത്രം പഠിച്ചാൽ മതി. അതായത് എല്ലാ വർഷവും ഇതുവരെ നടന്ന എല്ലാ എക്സാമിനും ചോദിച്ച 3 ചോദ്യങ്ങളാണ്. ഒന്ന് വൺ വേ അനോവ, പിന്നെ രണ്ടാമത്തത് കൈ സ്ക്വയർ, പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റ്. അപ്പൊ ഈ ഒരു സെഷൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീരെ സ്റ്റാറ്റിന് ഒന്നും അറിയില്ല, എങ്ങനെയെങ്കിലൊക്കെ പാസ്സാവണം, എങ്ങനെയെങ്കിലൊക്കെ ജയിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കുള്ള സെഷനാണ്. അവർ ഈ ഒരു 3 കമ്പ്യൂട്ടേഷൻ മാത്രം എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, അത്യാവശ്യം പാസ്സാവേണ്ട മാർക്ക് കിട്ടും. യെസ്, ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കഴിയതും എന്ത് ചെയ്യുക, എന്റെ കൂടെ തന്നെ ചെയ്യുക. പിന്നെ ഇനി കമ്പ്യൂട്ടേഷന്റെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്താ പറയാ, നിങ്ങൾ ഇപ്പോ വൺ വേ അനോവ നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൺ വേ അനോവ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഫസ്റ്റ് ചോദ്യം തന്നെ വൺ വേ അനോവ ചെയ്യും. അങ്ങനെ ചെയ്ത് 2 മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടാവുക. 1 മണിക്കൂർ എന്ത് ചെയ്യും, നിങ്ങൾ വൺ വേ അനോവയിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു സമയം കളയും. ഓക്കെ, അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ ഒരുപാട് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലല്ലാണ്ട് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ടൈം നിങ്ങൾ എടുക്കും. ഇപ്പൊ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഹലോ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയൂ. ഓക്കെ. അപ്പൊ ഞാൻ ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വൺ വേ അനോവന്റെ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക. ഞാനിപ്പോ ഇവിടെ ഓരോ ഗ്രൂപ്പിലും ഒരു 5 നമ്പേഴ്സ് ആണ് എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് 10ഓ 8ഓ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് എക്സ്ട്രാ ഉണ്ടാവും. 10 ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എക്സാമിന് വളരെ സിമ്പിൾ, സയന്റിഫിക് കാൽക്കുലേറ്റർ പൊതുവെ അലോ ചെയ്യലില്ല. നിങ്ങളെ ഇൻവിജിലേറ്റർ പോലെ ഇരിക്കും. മാക്സിമം എന്ത് ചെയ്യുക, സാധാ സിമ്പിൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാൽക്കുലേറ്റർ, പെന്ന്, പെൻസിൽ, സ്കെയിലൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായും കൊണ്ടുപോവാ. മറ്റൊരാളെ കാൽക്കുലേറ്ററിന് കാത്തുനിന്ന് എന്ത് ചെയ്യൂല, നിങ്ങളെ സ്റ്റാറ്റിയിൽ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. ABC എന്നുള്ള ഇതില് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടാവും. അപ്പൊ ഇതില് 3 സ്റ്റെപ്പായിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, അതായത് ഇതൊരു കാറ്റഗറി എയിലുള്ള ഒരു കൗണ്ടിങ് ആണിത്. ഈ ഒരു കൗണ്ടിങ് 4, 5, 6 അല്ലേ, കാണുന്നില്ലേ? അപ്പോ ഇതിനെ സ്ക്വയർ ചെയ്യലാണ് ഫസ്റ്റത്തെ പരിപാടി. അതിനാണ് ഞാനൊരു ടാബിൾ ഞാൻ മുമ്പേ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എ എന്നുള്ളതിന് x1 എന്നുള്ള ഒരു ഇതാണ് ഞാൻ കൊടുക്കുന്നത്. എ എന്ന് പറയുന്നത് x1 ആണ്, ബി എന്ന് പറയുന്നത് x2 ആണ്. യെസ്, പറയൂ, എന്തോ ചോദിച്ചല്ലോ, പറയൂ. ഓക്കെ. അപ്പോ ബി എന്ന് പറയുന്നത് x3 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അതായത് x1ന്റെ സ്ക്വയർ, x2ന്റെ സ്ക്വയർ, x3ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി പറയൂ എന്തൊക്കെ നമ്പർ ആണല്ലേ? 4, പിന്നെന്താ 5, 6. ഓക്കെ, 1 സെക്കൻഡ്. 6, 5, 6. ഓക്കെ, ഞാൻ എവിടെയെങ്കിലൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടാ. ഓക്കെ, ഇനി x2ല് 7, 8, 9, 8, 7. പിന്നെന്താ x3ല് 5, 6, 5, 4, 5. നമ്മൾ പേപ്പറിൽ എഴുതുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം സ്ക്രീനിൽ എഴുതാൻ പറ്റില്ല. പിന്നെ എൻ്റെ സ്ക്രീൻ ലാഗ് ആവുന്നുണ്ടോന്ന് അറിയില്ല, ഒരു ലിറ്റിൽ ബിറ്റ് ലാഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ മനസ്സിലായില്ലേ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താണ്, എടുത്ത് എഴുതിയതാണ്. ഇനി ഇതിന്റെ സ്ക്വയറുകൾ എഴുതാം. 14ന്റെ സ്ക്വയർ 16, 25, 36. 6ന്റെ സ്ക്വയർ എത്ര? 36. ഓക്കെ, 36 തന്നെ അല്ലേ? 36. 5ന്റെ സ്ക്വയർ 25, 36. ഓക്കെ, 7ൻ്റെത് 49,
64 എത്ര 81 പിന്നെ 64 49. ഓക്കെ, ഇനി 5 സ്ക്വയർ 25 36 പിന്നെ എത്ര 25 16 25. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നുമില്ല, നമ്മൾ എല്ലാത്തിനും സ്ക്വയർ കണ്ടെത്തുക. അറ്റ്ലീസ്റ്റ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാർക്കൊക്കെ എന്തെങ്കിലും കിട്ടും. ഇനി എന്ത് ചെയ്യാം, മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര 4 9 15 26 പറയൂ 16 25 36 25 36 എത്ര 138. ഒരാൾ കാൽക്കുലേറ്റർ ഇരുന്ന് കണക്കൂട്ടാണെങ്കിൽ പെട്ടെന്ന് തീരും. ഓക്കെ, ഇത് 39 49 64 81 64 49 എത്ര പറയൂ 309. 309 15 10 25 പിന്നെ 25 36 25 എത്ര കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടീനി? ഹലോ, കറക്റ്റ് അല്ലേ? ഇല്ല 07. 307 അല്ലേ സർ? 307 ആണല്ലേ? ഓക്കെ ഡൺ. 307 റെഡി അല്ലേ? ഓക്കെ, ഇത്രയും സ്റ്റെപ്പാണ് ആദ്യം ചെയ്യാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു കള്ളി വരക്കുക, എല്ലാത്തിനും സ്ക്വയർ കണ്ടുവെക്കുക. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കള്ളി വരക്കാണ്. ഇതൊക്കെയാണ് സിഗ്മ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ സമ്മേഷൻ ഒക്കെ ചെയ്ത ഐറ്റംസ് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മനസ്സിലാക്കാം, x1ന്റെ സിഗ്മയാണിത്, x1 സ്ക്വയറിന്റെ സിഗ്മയാണിത്. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെ സ്ക്വയറും സിഗ്മയാണ് താഴെ ഉള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സി ആണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സി കാൽക്കുലേറ്റ് ചെയ്യലാം. സി എന്ന് പറയുന്നത് ഇതിന്റെ കളർ മാറ്റിയേക്കാം. സി എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ സാറേ മീഡിയം കാണണ്ടേ? അപ്പോ മീൻ കാണണ്ടേ? മീൻ കാണുന്നില്ല, ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു സ്റ്റെപ്പ് തന്നെയാണോ നിങ്ങൾക്ക് അറിയില്ല. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് റേഷ്യോ കാണാൻ പറ്റും. ഇതിന്റെ ലാസ്റ്റ് ആൻസർ വരേണ്ടത് എഫ് റേഷ്യോ ആണ്. ഓക്കെ, ഇതിന് എന്താണ് GX CX എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇതിനെ സി എന്ന് വിളിക്കും, അല്ലെങ്കിൽ കറക്ഷൻ ടേം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം കാണുന്നത് ഈ എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, x1 പ്ലസ് x2 പ്ലസ് x3 ഹോൾ സ്ക്വയർ ബൈ n. ഇതാണ് എന്ത് സി, എന്താണ് ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇക്വേഷൻ ഒക്കെ കാണാപ്പാടം പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്താ ചെയ്യേണ്ടത്. പറയൂ, x1 എന്ന് പറയുന്നത് 39 പ്ലസ് എത്ര 25 ഇതിന്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്ര n. എത്രയാണ് n എന്ന് പറയുന്നത്? എന്താണ് n എന്ന് പറയുന്നത്? 5 അല്ല, നമ്മളിപ്പോ ടോട്ടൽ എക്സിന്റെ ആണ് നോക്കിയത്. ടോട്ടൽ എക്സ് എന്ന് പറയുന്നത് 5 10 15. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇപ്പൊ 15 ആണ് എന്ത് ഇതിന്റെ n എന്ന് പറയുന്നത്. എങ്ങനെ സർ മനസ്സിലായില്ല? ഒന്നുമില്ല, അതായത് 1 2 3 4 5. ഓക്കെ, 5 10 15. ഗോട്ട് ഇറ്റ്? അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും തിരിയും. ഇവിടെ എത്ര ഉള്ള
5, 10, 15. ഇതാണ് n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഐറ്റംസ്. ഓക്കെ ഓക്കെ, അതുവരെയുള്ള തീരുന്നില്ലേ? ഇനി എന്ത് ചെയ്യാം, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ബ്രാക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ്? 29, 6, 39, 25 അല്ലേ? 90 അല്ലേ? 90 സ്ക്വയർ ബൈ 15 എത്ര? 90 സ്ക്വയർ എത്ര? 8100 ഡിവൈഡഡ് ബൈ എത്ര? 15. എത്ര ഉത്തരം? 540. ഓക്കെ, സി എന്ന് പറയുന്നത് 540 ആണ്. ഞാൻ ഇതിനൊരു കള്ളിയാക്കി വെക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും തിരിഞ്ഞില്ലേ? ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയറിന്റെ ടോട്ടൽ കാണാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ എന്താണ്, സ്റ്റെപ്പ് 2 SST എന്നാണെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ SST കാണലാണ്. ഓക്കെ, ഈ SST എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സി. ഇത്രേ ഉള്ളൂ. അറിയോ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ മൈനസ് സി. ഓക്കെ, ഇനിയാണ് നമ്മൾ ടാബിളിന്റെ ഉപയോഗം. മുകളിലുള്ള ടാബിള് x1 സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് x1 സ്ക്വയർ. x1 ഇതാണ് അതിന്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ എഴുതുന്നു. പറയൂ. 138 പ്ലസ് 307 പ്ലസ് 127 മൈനസ് സി. സി എത്ര കിട്ടിയ? 540. ഓക്കെ, ഞാൻ കളർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, പറയൂ, കാൽക്കുലേറ്റ് ചെയ്യൂ. 138 പ്ലസ് 307 പ്ലസ് 127 എത്രയാണ്? 572 മൈനസ് 540. ഓക്കെ, ഡിവൈഡഡ് ഇല്ല. ഓക്കെ, ഈസിക്കൽ ടു 32. ഓക്കെ, മനസ്സിലാക്കാം. SST ഇത് നമുക്ക് കുറച്ച് നേരം ആവശ്യമുണ്ട്. SST എന്ന് പറയുന്നത് 32 ആണ്. ഇതുവരെ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ? പറയൂ, മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലാത്ത ആൾക്കാർ പറയണം കേട്ടോ. ഇനി അടുത്തത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് SSB കാണാനാണ്. SSB ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്. സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് എന്ന് പറയല്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാല് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ n മൈനസ് സി. ഓക്കെ, ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ഇച്ചിരി പേശക. പറയൂ, സിഗ്മ എക്സ് എത്രയാണ്? 26 സ്ക്വയർ ബൈ n ഉണ്ട് ബൈ 10 പ്ലസ് എത്രയാണ്? സിഗ്മ x2. കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, സർ 10 ആണോ 15 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞത് 10 അല്ല 5 ആണ് വരിക. ഇതിന്റെ ഒരു എലാബറേറ്റഡ് സാധനം ഞാൻ എഴുതരാം.
സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പറയൂ. x1 sigma x1 square by n1. n1 അതിൽ മതി. ഓക്കെ. പിന്നെ x2 സ്ക്വയർ ബൈ n2 പ്ലസ് x3 square by n. ഓക്കെ. മൈനസ് സി. റെഡി അല്ലേ? yes. ഇനി അടുത്തത് ഇതിന്റെ എഴുതി കൊടുക്കാം. x1 എന്ന് പറയുന്നത് 26 ആണ്. 26ന്റെ സ്ക്വയർ ബൈ n1 എന്ന് പറയുന്നത് 5 ആണ്. പ്ലസ് പറയൂ 39 സ്ക്വയർ ബൈ 5 പ്ലസ് 25 സ്ക്വയർ ബൈ 5 മൈനസ് സി. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ബോർഡ് മാസ് റൂൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, മറന്നു പോകരുത്. ബോർഡ് മാസ് റൂൾ അല്ലേ? അതായത് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ 26ന്റെ സ്ക്വയർ 676 ബൈ 5 പ്ലസ് 39ന്റെ സ്ക്വയർ 1521 ബൈ 5. 25ന്റെ സ്ക്വയർ 625 അല്ലേ? 25 ബൈ 5 മൈനസ് എത്ര? സി എത്രയാണ്? 540. ഓക്കെ. പറയൂ 676 ഡിവൈഡ് ബൈ 5 എത്ര? 135.2. 0.2 പ്ലസ് എത്ര? 1521 304.2 പ്ലസ് 125 മൈനസ് 540 ഈക്വൽ ടു പറ 135.2 304.2 125 എത്ര കിട്ടും? 24.4. പ്ലസ് ചെയ്താലോ? 564.4. ഓക്കെ. മൈനസ് 440. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കണക്കൂട്ടുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സി വാല്യൂ ഇല്ലേ, സി വാല്യൂവിനേക്കാൾ കുറവ് ഉണ്ടാവാൻ പാടില്ല. ഈ ടേം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വാല്യൂ വരും. പൊതുവെ മൈനസ് വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല? അനവയിൽ വരാൻ പാടില്ല. ഓക്കെ. ഇത് 24.4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? SSB കിട്ടി അല്ലേ? SSB. ഇതുവരെയുള്ള സ്റ്റെപ്പ് കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. ഇനി സ്റ്റെപ്പ് 3 അല്ല 4. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് SSW അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയർ വിത്തിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ട SST മൈനസ് SSB. ഓക്കെ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. റെഡി? പറയൂ. SST എന്താണ്? 32 മൈനസ് 24.4 എത്രയാ? 7.6. SSW is equal to 7.6 അല്ലേ? നമ്മൾക്ക് എന്ത് ചെയ്തു? SSW കിട്ടി. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്
സ്റ്റെപ്പ് 5. 2 ആട്ടന്മാരാണ് കാണേണ്ടത്. സ്റ്റെപ്പ് എത്രയാണ്? 5 അല്ലേ? സ്റ്റെപ്പ് 5. MSBയും MSB എന്നല്ല MSSB എന്നാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിയും MSSW ഈ 2 സാധനത്തിനാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ കാണേണ്ടത്. MSB എന്ന് പറയുന്നത് എന്താണ്? SSB മൈനസ് K-1. K എന്ന് പറയുന്നത് കാറ്റഗറിയാണ്. ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര കാറ്റഗറി ഉണ്ട്? 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ 3 - 1 ആണെന്ത് ഇത്. ഇനി അടുത്തത് SSW ബൈ N മൈനസ് അല്ല എന്താണ് N മൈനസ് K. ഓക്കെ, ടോട്ടൽ എത്ര കാറ്റഗറി ഉണ്ട്? 3 കാറ്റഗറി ഉണ്ട്. ടോട്ടൽ നമ്പർ എത്രയാണ്? 15 ആണ്. അപ്പൊ 15 മൈനസ് 3. റെഡി? യെസ്. ഓക്കെ, ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? MSSB ഇസിക്കൽ ടു SSB എത്രയാണ്? 24.4. 24.4 ഡിവൈഡ് ബൈ K-1 2 അല്ലേ? ഓക്കെ, ഉത്തരം എത്രയാ? 12.2. 12.2. ഇനി MSSW എത്ര? SSW എത്രയാണ്? 7.6. മൈനസ് ഡിവൈഡഡ് ബൈ N മൈനസ് K. N എന്ന് പറയുന്നത് 15 ആണ്. K എന്ന് പറയുന്നത് കാറ്റഗറി എത്രയാണ്? 3 കാറ്റഗറി ആണ്. അപ്പൊ 15 മൈനസ് 3. ഓക്കെ, ഫിസിക്കൽ ടു എത്രയാണ്? 0.63. ഒരുപാട് വാല്യൂ ഉണ്ടെങ്കിൽ 1 or 2 എടുത്താൽ മതി. നമ്മളിപ്പോ ഇവിടെ 2 ആണ് എടുത്തത്. ഇതിനാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ്. ഇതാണ് ഫൈനൽ ഉത്തരമായിട്ട് വരേണ്ടത്. F റേഷ്യോ എന്നാണ് പറയാ. ഓക്കെ, F റേഷ്യോ ഇസിക്കൽ ടു MSSB ഡിവൈഡ് ബൈ MSSW. എത്ര? MSSB എത്ര കിട്ടിയത്? 12.2. 12.2 ഡിവൈഡ് ബൈ MSSW. സോറി, എത്ര? 0.63. എത്ര കണക്കൂട്ടി കിട്ടിയ? 19.37. 0.3666 എന്ന് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? 90.7 എഴുതിയിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത്? F റേഷ്യോ. ഇതാണ് ഫൈനൽ ഉത്തരമായിട്ട് വരേണ്ടത്, F റേഷ്യോ. ഓക്കെ, ഇത്ര എഴുതാൻ നിങ്ങൾക്ക് 10 മാർക്ക് തികച്ചും കിട്ടും. 1 മാർക്ക് വരെ കുറയില്ല. ഈ ലാസ്റ്റ് F റേഷ്യോ 19.30. ഇനിയിപ്പോ അത് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ സ്റ്റെപ്പ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 9 മാർക്ക് അങ്ങ് തരും. ഓക്കെ, ഇതാണ് കാൽക്കുലേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് തിയറീസ് പഠിച്ചുകൊണ്ട് ആവശ്യമില്ല. എന്ത് ചെയ്യാ, 3 കാൽക്കുലേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഈ കാൽക്കുലേഷൻസ് ക്ലിയർ അല്ലേ? അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എല്ലാത്തിന്റെ എന്താണ് സ്ക്വയർ കണ്ടെത്തി. എല്ലാ സ്ക്വയറും x1 x2 x3 സ്ക്വയർ കണ്ടെത്തി. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്ഷൻ ടേം ആണ്, സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? x1 + 2 + 3 ആണെന്ത്? സിഗ്മ എക്സ് സ്ക്വയർ. അതിൻ്റെയൊക്കെ സിഗ്മയാണ്. ഡിവൈഡഡ് ബൈ N/2 15 ആണ്. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടി, സി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് SST കാണാനാണ്. SST എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സി ആണ്. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻസ് ഉണ്ട് ഇവിടെ, നോക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് എന്ത് ചെയ്തു? 32 ഉത്തരം കിട്ടി. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് SSB അല്ലെങ്കിൽ ബിറ്റ്വീൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ എമംഗ് ദ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അത് കാണുക.
അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കാനുള്ളത്, കാൽക്കുലേഷൻസ് തെറ്റരുത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, SSB 24.4 കിട്ടി. ഇനി അടുത്ത SSW ആണ് കാണേണ്ടത്. SSP മൈനസ് SSB ആണ് എന്ത്, SSW എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് രണ്ട് പെയർ ആയിട്ട് പഠിച്ചു വെക്കാം, MSBയും MSWയും. MSB എന്ന് പറയുന്നത് SSB ഡിവൈഡ് ബൈ K-1. K എന്ന് പറയുന്നത് കാറ്റഗറി ആണ്, 3 കാറ്റഗറി ആണെങ്കിൽ 3 ആണ് K -1. പിന്നെ എന്താണ് MSW എന്ന് പറഞ്ഞാൽ SSW ഡിവൈഡ് ബൈ N-K. N എന്ന് പറയുന്നത് എത്ര ഐറ്റംസ്, ഇപ്പൊ നമ്മളിവിടെ 15 എടുത്തത്, അതായത് 5 + 5 + 5. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 10 ഉണ്ടാവാം, ചിലപ്പോൾ 8, 7 അങ്ങനെയൊക്കെ ഉണ്ടാവാം. വളരെ ചെറിയ സംഖ്യ ചോദിക്കും. അപ്പോൾ എത്രയാണ്, 30 ആയിരിക്കും ഉണ്ടാവുക 3 കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ ഇവിടെ 50 മൈനസ് K എന്ന് പറയുന്നത് കാറ്റഗറി, 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ 12 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്തു, MSB കിട്ടി, പിന്നെ അതുപോലെ തന്നെ MSW കിട്ടി. അത് പരസ്പരം ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, F റേഷ്യോ കിട്ടും. ഇതാണ് ഫൈനൽ ഉത്തരം. ഫൈനൽ ഉത്തരം 19.37. എല്ലാ ആൾക്കാരും കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും മാർക്ക്. ഇത് നിങ്ങൾ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പേപ്പർ കിട്ടിയപാട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, അനോവന്റെ ചോദ്യം ചെയ്ത് തീർക്കുക. ഒരുപാട് ടൈം ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, കളയരുത്. മാക്സിമം എന്ത് ചെയ്യുക, സ്പീഡ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന 2 കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്, ഇതില് സ്റ്റെപ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരില്ലേ? ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാല് ഇത്ര ഇങ്ങനെ എഴുതിയാൽ മതി, ഇത്ര എഴുതാൻ ഇക്വേഷൻസ് മാത്രം എഴുതിയാൽ മതിയോ? അതായത് അങ്ങനെ എഴുതാൻ പറ്റൂല. അതായത് എല്ലാ സ്റ്റെപ്സും കാണിക്കണം. ഇപ്പൊ അതായത് നമ്മളിവിടെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഇതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്, നിങ്ങൾ സൈക്കോ അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് പക്ക ടെക്സ്റ്റൽ ബേസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടാണ്. എന്ത് ചെയ്യാ, നിങ്ങൾ സൈക്കോ അഡ്മിനോട് ചോദിക്കുക. ഇത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈച്ച് ആൻഡ് എവറി കാൽക്കുലേഷന്റെ സ്റ്റെപ്പ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എലോബറേറ്റ് ചെയ്തു, ഇവിടെ ഇങ്ങനെ എലോബറേറ്റ് ചെയ്തു. പിന്നെ ആ എലോബറേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോ വാല്യൂസ് അസ്യൂം ചെയ്തു. കറക്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യണം. ഇവിടെ സീഡാ മറന്നുപോയതാണ്. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, കാണിക്കണം. ഇങ്ങനത്തെ സ്റ്റെപ്പ് മാത്രം കാണിച്ചാൽ മതി, എന്താ ചെയ്തെന്നോ അങ്ങനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മോഡൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 മാർക്ക് ഷുവറാണ്. ഓക്കെ, റെഡി? അപ്പൊ 10 മാർക്കായി. ഇനി ബാക്കി ഇന്റർപ്രിറ്റേഷൻ വേണോ ഇതില്? തോന്നുന്നില്ല. അതായത് F റേഷ്യോ എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിള് വേണം. അപ്പൊ ആ ടാബിള് ശരിക്കും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, F റേഷ്യോ എഴുതിയിട്ട് എന്ത് ചെയ്താൽ നിർത്തിയാൽ മതി. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെസ്റ്റ്, Chi-square ആണ്. Chi-square സിമ്പിൾ ടെസ്റ്റ് ആണ്. Chi-square മാത്രം ചോദിക്കുകയാണെങ്കിൽ യു ആർ വെരി ലക്കി. അങ്ങനെയാണ് പൊതുവെ ചോദിക്കാറ്. Chi-square കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമാണ് എന്ത് ചെയ്യുക, ചോദിക്കാറ്. ഓക്കെ, തുടങ്ങിയല്ലേ Chi-square ടെസ്റ്റ്? എല്ലാവരും ഒന്ന് കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കിക്കോ, 2 മിനിറ്റ്. ഓക്കെ, തുടങ്ങാം. ഇനി അടുത്തതാണ് Chi-square ടെസ്റ്റ്. ഓക്കെ, Chi-square ടെസ്റ്റ് കാറ്റഗറിക്കൽ വാരിയബിൾസിനാണെന്ന് നേരത്തെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ Chi-square ടെസ്റ്റിന് ഇങ്ങനൊരു ടാബിൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ കാണാനുള്ള ഒരു ടാബിൾ എന്ത് ചെയ്യണം, കണ്ടുവെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതില് എന്താണ്, മെയില്, ഞാനിതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത കേട്ടാ. ഗുഡ് ഫീമെയിൽ, ബാഡ് ഫീമെയിൽ എന്നുള്ളത്. ഗുഡ് മെയിൽ, ബാഡ് മെയിൽ. ഓക്കെ, 5, 50. എക്സാമിന് ഇതുപോലത്തെ എന്താണ്, സിമ്പിൾ നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യും, പൊതുവെ തരാറുള്ളൂ. 20 + 5 25, 10 + 15 അതും 25. ഇവിടുന്ന് ഇങ്ങോട്ട് 50. ഇനി 5 + 15 20, ഇവിടെ 30. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എന്ത് ചെയ്യുക,
എല്ലാത്തിൻ്റെയും ടോട്ടൽ എഴുതാം. ഓക്കെ, ഈ ഒരു ടോട്ടൽ കംപ്ലീറ്റ് എഴുതാം. റെഡി? സംശയമൊന്നുമില്ല? ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സാധനമാണ് കൈ സ്ക്വയറിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇ മൈനസ് ഒ. ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. ഒ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ ആണ്. ഇ മൈനസ് ഒ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. അപ്പൊ അതിന് അടുത്ത ചോദ്യം എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോ ഒ കിട്ടിയിട്ടുണ്ട്. അതായത് മെയിലിന്റെ ഗുഡ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒ എന്ന് പറയുന്നത് 20 ആണ്, ഇവിടുത്തെ ഒ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, റെഡി? അപ്പൊ ശ്രദ്ധിക്കാം. സ്ക്വയർ അല്ലേ വരാ? ഇങ്ങനെ അല്ല, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. നേരെ തിരിച്ചാണോ വരുത്ത്? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണോ? എനിക്കറിയില്ല, ഞാൻ പഠിച്ചത് എങ്ങനെയാ. അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. അതന്നെ ഇവിടെ എഴുതിയത്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ് ഇ. അല്ല, ഞാൻ ചോദിച്ചത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. മെറ്റീരിയലിൽ അങ്ങനെ വരുന്നത്. മെറ്റീരിയൽ അങ്ങനെ വരുന്നല്ലേ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സെയിം ആൻസർ കിട്ടോ? സെയിം ആൻസർ കിട്ടുമെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, അതിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ എങ്ങനെ കാണുന്നത് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് ഇ എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിലുള്ള ടോട്ടൽ ഇൻറ്റു ലാറ്റിറ്റ്യൂഡിലുള്ള ടോട്ടൽ, ഇൻറ്റു ടോട്ടൽ. ഓക്കെ, ഡിവൈഡ് ബൈ ഹോൾ ടോട്ടൽ എത്രയാണ്? 50. ഇതാണ് എന്ത്? എക്സ്പെക്റ്റഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് അറിയോ? ഇപ്പോ ഗുഡ് മെയിലിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 25 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 50. എത്ര കിട്ടല്? പറയൂ. 25 ഇൻറ്റു 30 750 ഡിവൈഡ് ബൈ 50 എത്ര? 15. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? എക്സ്പെക്റ്റഡ് വാല്യൂ കാണാം. അപ്പൊ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു ടാബിൾ വരക്കാം. ഓക്കെ, ടാബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്, ഞാൻ വരച്ചിട്ടില്ല. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 4 5. പോരെ? 1 2 3 4 5. ഓക്കെ, ഒ ഇ ഒ മൈനസ് ഇ ഒ സ്ക്വയർ ഡിവൈഡഡ്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒ എഴുതുന്നു, ഇ എഴുതുന്നു, ഒ മൈനസ് ഇ എഴുതുന്നു, ഒ മൈനസ് ഇ ഹോൾ സ്ക്വയർ എഴുതുന്നു. പിന്നെന്താണ്? ഒ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. ഓക്കെ, ഇനി ഒ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇതൊക്കെ ഒ ആണ് കേട്ടാ. 20 ഇ മൈനസ് ഒ അല്ലേ സാർ എഴുതിയിട്ടുള്ളത്? ഓക്കെ, തിരിച്ചു എഴുതാം. ഇതിന്റെ രസം എന്താണെന്നറിയാ? ഇത് ചോദിക്കുന്നത് ശരിക്ക് ഇ മൈനസ് ഒ എന്നുള്ളതല്ല, ശരിക്ക് ഡിഫറൻസ് കാണാനാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഒരു 10 മൈനസ് 5 എത്രയാണ്? 10 മൈനസ് 5
എത്രയാണ് 10 മൈനസ് 5? 5. 5 ഉത്തരം. ഇനി നേരെ തിരിച്ച് 5 മൈനസ് 10 എത്രയാണ് ഉത്തരം? -5. -5 അല്ലെ? അങ്ങനെ തന്നെയല്ല ഉത്തരം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണെന്ന് പറഞ്ഞാല് ഇതിന് ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഇത് മൈനസ് ചെയ്യുക അല്ല അങ്ങനെയുള്ളതല്ല ശരിക്കും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് കാണുക, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. മൈനസ് ആയിട്ടുള്ള ഏത് സാധനത്തിനെ സ്ക്വയർ ചെയ്താലും എന്താണ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ് എന്ത് ഉത്തരമായിട്ട് കിട്ടുക. അതായത് -5നെ സ്ക്വയർ ചെയ്താലും 5നെ സ്ക്വയർ ചെയ്താലും ഉത്തരം 25 ആണ് കിട്ടുക. അതിന്റെ ലോജിക്ക് തിരിഞ്ഞോ? ഓക്കെ, ഇതാണ്. ഓക്കെ, എത്ര ഉള്ളൂ സംഭവം. ഓക്കെ, അതാ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞത്. ഞാനിപ്പോ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയത്, ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, എന്തൊക്കെയുണ്ട്? ഒബ്സർവ്ഡ് വാല്യൂ 20, പിന്നെന്താ 5, 10, 15. ഓക്കെ, ഇനി കളർ മാറ്റുന്നുണ്ട്, കുറെ നേരം ചുവപ്പ് കാണുന്നത്. ഓക്കെ, ഈ എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. പറയൂ, 20ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അത് നിങ്ങൾ എഴുതണം കേട്ടാ. അതായത് E1 എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതും കൂടി കാണിക്കണോ? ഓക്കെ, കാണിക്കും സർ. കാണിച്ചുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചുതരാം. അപ്പൊ നമ്മള് E1 എന്ന് പറയുന്നത് ഗുഡ് മെയിൽ ആണ്. ഗുഡ് മെയിൽ എന്ന് പറയുന്നത് 20 ആണ്. 20ന്റെ ലാറ്റിറ്റ്യൂഡ് 25, ലോങ്ങിറ്റ്യൂഡ് 20. അപ്പൊ 20 അല്ല, എത്രയാണ്? 30. ഓക്കെ, 25 × 30 ഡിവൈഡ് ബൈ ഹോൾ ടോട്ടൽ എത്രയാണ്? ഹോൾ ടോട്ടൽ 50 ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ അല്ല കാണുന്നത്. അപ്പോൾ 25 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 750 ബൈ 50 ഈക്വൽ ടു എത്ര? 15. ഓക്കെ, ഇനി അടുത്തത് E2 എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾക്ക് ഗുഡ് ഫീമെയിൽ എന്ന് പറയുന്നത് 25 × 30 25 × 20 ബൈ 50 എത്രയാണ് വരിക? ഉത്തരം 10. സർ, ഈ 25 × 30 വന്നത് ഈ FE മൈനസ് FO ഹോൾ സ്ക്വയർ എന്ന് വരുന്നല്ലേ? അതെങ്ങനെ വരുന്നത്? അതായത് ഈ 25 × 30 എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല. ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ വരുമ്പോഴേ ഹോൾ സ്ക്വയർ ഒക്കെ വരുന്നില്ല, അത് കാണുന്നുണ്ട് ഇതില്. ഹോൾ സ്ക്വയറോ? അതായത് E മൈനസ് O ഹോൾ സ്ക്വയർ വരുന്നില്ലേ ഈ ഇക്വേഷനിൽ? അതെ, അത് ഈ ഇക്വേഷൻ അതെ ഇവിടെയാണ് കാണേണ്ടത്. ഒരു മിനിറ്റ്, എന്റെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല. എഴുത്തൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്, എന്റെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല. സെക്കൻഡ്, മഷി തീർന്നു തോന്നുന്നു. വൺ സെക്കൻഡ്. ആള് 2 മിനിറ്റ് ബാക്കോട്ടാ. ഓക്കെ, എന്താ ചോദിച്ചത്? അതെങ്ങനെ കണ്ടെന്നല്ലേ? സിമ്പിൾ ആണ്. അതായത്
നമ്മളതിൽ E1 എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ഒബ്സർവേഷൻ ആണ് E1. ഓക്കെ, ആരോ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ ഒരു ഒബ്സർവേഷൻ ആണ് E1. ഓക്കെ, ഇത് നമുക്ക് E2 ആയിട്ട് എടുക്കാം, ഇത് E3 ആയിട്ട് എടുക്കാം, ഇത് E4 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി E1 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് E1ന്റെ ഇവിടെയുള്ള ടോട്ടൽ എത്രയാണ്? 25. ഇവിടെയുള്ള ടോട്ടൽ 25, ഇവിടെയുള്ള ടോട്ടൽ 30. ഓക്കെ, ഇൻറ്റു ഡിവൈഡ് ബൈ എന്താണ്? E50. റെഡി? അതായത് 25 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 50. കിട്ടിയോ? ഇനി E4ൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 25 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 50. ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈസിക്കൽ ടു എന്താണ്? 25 ഇൻറ്റു 20 എത്രയാണ്? 500 ഡിവൈഡ് ബൈ 10. ഡിവൈഡ് ബൈ 50 എന്ന് പറയുന്നത് 10 ആണ്. ഇനി E3 ഈസിക്കൽ ടു 30 into 25. 30 ഇൻറ്റു 25 ബൈ 50. എത്രയാണ് ഉത്തരം? 75 ബൈ 750 ബൈ 50 എന്ന് പറയുന്നത് 50 അല്ലേ? ഇനി E4 എന്ന് പറയുന്നത് എന്താണ്? 20 അല്ലേ? ഈസിക്കൽ ടു 10. റെഡി? കിട്ടിയില്ലേ? E4 കിട്ടി, 3 കിട്ടി. ഓക്കെ, അല്ല ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, E4 വരെ ഉത്തരം കിട്ടി നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ടാബിൾ വരക്കുന്നു. ഓക്കെ, നമുക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് വാല്യൂസ് എഴുതാം. എന്തൊക്കെയാണ് ഈ കിട്ടിയത്? 15, ഇവിടെ 10, ഇവിടെ 15, ഇവിടെ 10. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ, ഇനി നോക്കാം. O മൈനസ് ഇ. ഇനി അങ്ങോട്ട് സിമ്പിൾ ആണ് കേട്ടോ. O മൈനസ് ഇ, അതായത് O മൈനസ് ഇ എത്രയാണ്? 5. ഇവിടെയും 5, ഇവിടെയും 5. ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യണം? O മൈനസ് ഇ അത് നമുക്ക് കിട്ടി. ഇനി അതിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25, 25, 25, 25. റെഡി? ഇനി ഈ സെയിം സാധനം O മൈനസ് ഇ ഹോൾ സ്ക്വയറിനെ ഡിവൈഡഡ് ബൈ ഇ നോക്കാം. 25 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 1.7. എത്ര? പറയൂ. 25 by 15 അല്ലേ വരിക? അതെങ്ങനെ 15 വരുന്നത്? E15 അല്ലേ? E15 ആണോ? E15 ആണല്ലേ? ഓക്കെ, ഡൺ. E15 ആണ് വരിക. ഓക്കെ, അതിന്റെ ഉത്തരം എത്ര വരിക? 1.6. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്തത് 25 by 10, 2.5 അല്ലേ? ഓക്കെ, പിന്നെ എന്താണ്? 25, 15 എത്രയാണ്? 25 by 15 മുകളിൽ ചെയ്തിട്ടുണ്ട് 1.6. ഓക്കെ, പിന്നെന്താ? 25 by 10 to 2.5. ഓക്കെ, ഇത്ര കിട്ടിയില്ലേ? ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത്? 1.6, 2.5, 1.6, 2.5 എത്രയാണ്? എത്ര കിട്ടാ? പറയൂ. 8.2. 8.2. ഇതാണ് കൈ സ്ക്വയർ. നിങ്ങൾ കൺക്ലൂഷൻ എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതാം. കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഈസിക്കൽ ടു 8.2. കൈ സ്ക്വയർ എന്ന് പറയുന്നത് 8.2 ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം.
ഗോട്ട് ഇറ്റ്? ഓക്കെ, Yes. ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, കൈ സ്ക്വയർ എഴുതേണ്ടത്. കൈ സ്ക്വയറിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൈ സ്ക്വയർ മാത്രം എഴുതാനുള്ളെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും, 10 മാർക്കെങ്കിൽ 10 മാർക്ക് കിട്ടും. നിങ്ങൾ കാൽക്കുലേഷൻ ഇതിൽ ഇരുന്നിട്ട് സമയം കളയരുത്. സമയം കളഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നഷ്ടമായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയണോ, റിവൈൻഡ് ചെയ്യണോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാട്ടോ സ്വന്തമായിട്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടലിന്റെ ടാബിൾ എഴുതുക. ടോട്ടൽ ടാബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അഡീഷൻ ചെയ്യുക, താഴോട്ട് അഡീഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താണ്, ഇതിന്റെ ഈ വാല്യൂ കാണാം. നമ്മൾ കണ്ടു E1 എന്ന് പറയുന്നത്, E2 എന്ന് പറയുന്നത്, E3 എന്ന് പറയുന്നത്. E1ന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ കാണൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള ടോട്ടൽ ഇൻറ്റു ഇവിടെയുള്ള ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്രയാണ്, 50. ഗോട്ട് ഇറ്റ്? ഡിവൈഡ് ബൈ 50. ഓക്കെ, ആകണ്ട് വരച്ചു കൂട്ടിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കള്ളി വരയ്ക്കുക. എന്ത് ചെയ്യുക, ഒബ്സർവ്ഡ് വാല്യൂ എഴുതുക. എക്സ്പെക്ടഡ് വാല്യൂ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും, അത് എഴുതുക. പിന്നെ O മൈനസ് ഇ എഴുതുക. O മൈനസ് ഇനെ ഹോൾ സ്ക്വയർ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉത്തരം കിട്ടും. അതിനെ സിഗ്മ ആക്കുക, അല്ലെങ്കിൽ കണക്ക് എന്താണ് സമ്മ ചെയ്യുക. അപ്പോൾ 8.2 കിട്ടും. അതെന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്ത് എഴുതുക. ലാസ്റ്റ് 2 വരയും വരക്കുക. ഓക്കെ, ഇത്രയാണ് എന്ത് കൈ സ്ക്വയറിൽ ചെയ്യാനുള്ളത്. സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ആണ് കൈ സ്ക്വയർ എന്നുള്ളത്. വളരെ എനിക്ക് തോന്നുന്നു ഒരു 2 കാറ്റഗറി മാത്രം എന്ത് ചെയ്യും ഇതിൽ ചോദിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ അതിന് ഉത്തരം എഴുതാം. ഓക്കെ, റെഡി അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, നമുക്കിനി അടുത്ത കമ്പ്യൂട്ടേഷനിൽ പോവാം. ഇപ്പോഴത്തെ സമയം എത്രയായി? 9 o'clock. വി ആർ ഓൾമോസ്റ്റ് 1 hour കൂടുതലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത കമ്പ്യൂട്ടേഷൻ ആണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ്. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. മാൻ വിറ്റ്നി യു ടെസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ അസംഷൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അസംഷൻസ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു 8 to 9 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്താൽ മതി, ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് ചെയ്യാനും സിമ്പിൾ ആണ്. ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഉണ്ടാവും. ഒരു അത്യാവശ്യം ഒരു 10 അല്ലെങ്കിൽ കുറച്ച് എന്താണ് നമ്പേഴ്സും ഉണ്ടാവും. ഞാനിവിടെ ജസ്റ്റ് ഒരു 5 നമ്പർ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യാ, ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. എന്താ, ഞാൻ ഇതിനെ G1 ഇടുന്നു, ഇതിനെ G2 ഇടുന്നു. ഇതിലെങ്ങനെ കാണലെന്ന് പറഞ്ഞാല് റാങ്ക് 1 റാങ്ക് 2 ഇതിനെ റാങ്ക് ചെയ്യലാണ്. ഓക്കെ, റാങ്ക് ചെയ്യൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ എടുത്ത് എഴുതാം. 12 14 15 13 16 ഇത്ര നമ്പറിലുള്ളൂ. ഓക്കെ, 20 22 19 മിസ്സായോ? ആരെങ്കിലും മിസ്സായോ? 21 ഉണ്ട്. 22 21 19 23. ഇനി ഇതിനെ എങ്ങനെ റാങ്ക് ചെയ്യും? ഫസ്റ്റ് റാങ്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആരാണ്? ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 12. 1, പിന്നെ 2 13 കഴിഞ്ഞു, 3 14 4, പിന്നെ ആരല്ല 15 16 4 5. ഓക്കെ, പിന്നെ ഏതാ 19 19 6, പിന്നെ 20 7 8 9 10. ഓക്കെ, ഇങ്ങനെയാണ് റാങ്ക് ചെയ്യേണ്ടത്. ഇനി ഇതിലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്ന് വെച്ചാൽ സെയിം 2 ഫ്രീക്വൻസി ചോദിക്കും. ഉദാഹരണത്തിന് എന്താണ് 223 ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യും? 223 ആ 2 റാങ്കിന്റെ മീൻ എടുക്കും. യെസ്, ആ 2 റാങ്കിന്റെ മീൻ എടുക്കും. എത്രാമത്തെ റാങ്കാണ്? 23 പറയുന്നത് 10ാമത്തെ റാങ്കാണ്. 23 അതന്നെ 11ാമത്തെ റാങ്കും ആവും. പ്ലസ് ഡിവൈഡ് ബൈ 2.
അപ്പൊ എത്ര കിട്ടും? 10.5 അല്ലേ? അപ്പൊ എന്താണ്? ഇതിനും 10.5 കൊടുക്കുക, ഇതിനും 10.5 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ മാത്രം എന്ത് ചെയ്യൂ, ട്രിക്കി ആയിട്ട് ചോദിക്കൂ. അപ്പൊ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. ഞാൻ ഇതിന്റെ ടോട്ടൽ ഇതാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്ര? 5, 10, 15. ഇവിടെ 5 n = 5. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 10, 9, 40. റെഡി അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്. ഇതാണ് n1, ഇതാണ് n2, ഇതാണ് r1, ഇതാണ് r2. ഇനി ഇതിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതുവരെയെല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ടാബിൾ വരച്ചു, കണക്കൂട്ടി. സിമ്പിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ എഴുതിയ റാങ്ക് കറക്റ്റ് ആണോ അല്ലേ? അപ്പൊ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാല് സിഗ്മ r1, അതായത് നമ്മൾ ഈ റാങ്ക് 1 പ്ലസ് റാങ്ക് 2 = ആര് വരണം? n × n+1 ഡിവൈഡ് ബൈ 2. ഓക്കെ, r1 എന്ന് പറയുന്നത് 15 ആണ്, പ്ലസ് 40 = n എന്ന് പറയുന്നത് 5 × 5+1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇവിടെ എത്ര വരാം? 40 + 15 55 വരും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ്. ഫസ്റ്റ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക? ബ്രാക്കറ്റ് 5+1 എത്രയാണ്? 6 × 5 എത്ര? n 5 വരിക അല്ലെ 10 വരിക? ഓക്കെ, 10 ആണ് വരാം. 10. ഓക്കെ, അങ്ങനെ 10 വന്നു. 10+1 11 × 10 എത്ര? 10 ഡിവൈഡ് ബൈ 2 = 55. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇതിന്റെ ഇക്വേഷൻ എഴുതേണ്ടത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടാവും. ഒന്നൊരു u ഉണ്ടാവും, ഒന്നൊരു u ഡാഷ് ഉണ്ടാവും. ഓക്കെ, u എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. n1 × n2. ഇവിടെ അതേപോലെ തന്നെ n1 × n2. ഓക്കെ, പ്ലസ് രണ്ടിടത്തും പ്ലസ്. ഇനി ആണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. n1 × n1+1 ഡിവൈഡ് ബൈ 2 മൈനസ് സിഗ്മ r1. അതേപോലെ തന്നെ ഇവിടെ n2 +1 2 മൈനസ് സിഗ്മ r2. അപ്പൊ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷനും എഴുതാൻ പറ്റും. ഓക്കെ, റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് u കണ്ടെത്താം. u പറ. n എന്ന് പറയുന്നത് 10 ആണ്, × 10 പ്ലസ് n1 5 അല്ലേ? n1 5 n2 5. സോറി 5 × 5 പ്ലസ് n1 എന്ന് പറയുന്നത് 5 ആണ്, 5 + 1 ബൈ 2 മൈനസ് സിഗ്മ r1. എത്രയാണ് സിഗ്മ r1 നമുക്ക് കിട്ടിയത്? 15. കാൽക്കുലേഷൻ എന്താ? 25 പ്ലസ് 6 × 5 എത്ര? 36/2 മൈനസ് 15. ഓക്കെ, ഇനി അടുത്തത് 25 പ്ലസ് 36/2 എന്ന് പറയുന്നത് 18 മൈനസ് 15. ഇവിടെ എന്ത് ചെയ്യരുത്? ആരും തെറ്റിക്കരുത്. ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. 25 + 18 എത്രയാണ്? 43. 43 - 15 എത്ര? 28. ഓക്കെ. റെഡി? ലേഡും തെറ്റിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, കറക്റ്റ്. 36 ആണോ വേണ്ടത് അവിടെ? ഇവിടെ 36 ആരണ്ടി? അല്ല, 30 അല്ലേ? എവിടെ എവിടെ? 36/2 എന്ന് എഴുതിയിട്ടില്ലേ? ഇത് കറക്റ്റ് ആണ്. അവിടെ എത്ര വരണ്ടി? 30 അല്ലേ വരേണ്ടത്? 30 വരേണ്ടത്? 30 ആയിട്ടുണ്ട്. ഇവിടെ അല്ലേ 30 വരണ്ടേ? അതെ. ഓക്കെ. എത്ര വരും? 25 വരും. 25 + 15 എന്ന് പറയുന്നത് 25 + 45 - 15 = റെഡി അല്ലേ? ഓഫ്. ഓക്കെ 40 - 15. അല്ലേ? സോറി, എത്ര വരാ? 40 - 45 - 25 + 15 40 അല്ല. കൺഫ്യൂഷൻ ആയല്ലോ. നമ്മള് എവിടെ നിന്നാണ് പോയത്? 25 -15 + 15 0. 25 അല്ലേ ആൻസർ? 25 ആണ് ആൻസർ. 30. ഓക്കെ, ലാസ്റ്റ് 25 ഉത്തരം കിട്ടുമല്ലേ? ഈ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. യു എത്രയാണ് കിട്ടിയത്? 25 കിട്ടി. ഇനി അടുത്തത് യു ഡാഷ്. സെയിം ഇക്വേഷൻ ആണ്. എന്താണ്? 5 × 5 ഇക്വേഷൻ എഴുതാം. n1 × n2 then പ്ലസ് എന്താണ്? n1 n2 + 1 divided by R2. 25 പ്ലസ് എന്താണ്? n1 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 5 × 5 + 1/2 മൈനസ് സിഗ്മ R2 എത്രയാണ്? 40. ഓക്കെ. for your calculations. 25 plus 15 minus 40. Okay, 40 minus 40 0 equal to 0. ഓക്കെ. അപ്പൊ നമുക്ക് യു എന്ന് പറയുന്നത് എത്ര കിട്ടി? 25 കിട്ടി. യു ഡാഷ് എന്ന് പറയുന്നത് 0. ഓക്കെ. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇതെങ്ങനെ ചെക്ക് ചെയ്യലെന്ന് പറഞ്ഞാല് ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാന്ന് അറിയാം. യു പ്ലസ് യു ഡാഷ് ഈസ് ഈക്വൽ ടു n1 × n2. എത്രയാണ്? യു എന്ന് പറയുന്നത് 25 പ്ലസ് 0 5 × 5. ഇപ്പൊ എത്ര കിട്ടും? 25 = 25. ഓക്കെ. ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം. അപ്പൊ യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഇത്രയാണ് എന്ത് മാൻ വിറ്റ്നി യു ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. ലാസ്റ്റ് യു എത്രയാണ് എഴുതിയാലോ അല്ലെങ്കിൽ അസംഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്
0 greater than 2 null hypothesis rejected ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക എഴുതാ ചോദിക്കാറൊന്നുമില്ല. നിങ്ങൾ u is equal to 0 ആണ് അല്ലെങ്കിൽ ലോസ്റ്റ് നമ്പർ എഴുതിയാൽ എന്ത് ചെയ്യും മാൻ വിറ്റ്നി യു ടെസ്റ്റിന്റെ ഉത്തരായി. റെഡി അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യാ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. നിങ്ങൾ സ്വന്തം എന്ത് ചെയ്യാ പുതിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്താണ് ആൻസർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാൽക്കുലേഷൻ ആണ്, ഒരുപാട് ടൈം ഇതിൽ ചെലവാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി സ്പീഡ് ആവും. ഇപ്പൊ നിങ്ങൾ പേപ്പർ കിട്ടിയ പാടെ തന്നെ ഫസ്റ്റ് 3 കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുക 1 മണിക്കൂറിനുള്ളിൽ എഴുതി വെക്കുക. മാക്സിമം സ്പീഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ബാക്കി 2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻസ് തിയറി ആയിരിക്കും. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്ന 2 തിയറി അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും ജയിക്കുന്നതാണ്. ഓക്കെ സർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? എല്ലാവരും ക്ഷീണിച്ച ക്ലാസ് കേട്ടിട്ട് പറയൂ. സർ ടെക്സ്റ്റില് പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഫോർ ലാർജ് സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഇല്ലേ? അതില് കോമ്പ്യൂട്ട് Z എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, അത് വരാൻ ചാൻസ് ഉണ്ടോ? കോമ്പ്യൂട്ട് Z എന്ന് പറഞ്ഞിട്ട് Z വാല്യൂ ഇല്ല. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമിൽ ഇത്രയും കാലമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എത്ര കൊല്ലത്തെ 2022 ജൂൺ മുതൽ നമ്മൾ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇത്തരത്തിലുള്ള എന്താണ് കമ്പ്യൂട്ടേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബേസിക് ലെവൽ കമ്പ്യൂട്ടേഷൻ മാത്രം എന്ത് ചെയ്യും എക്സാമിലൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരു തവണ ക്രുസ്കൽ വാലീസിന്റെ കാണാൻ പറ്റി ഏതോ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടല്ലേ, ക്രുസ്കൽ വാലീസിന്റെ ചോദിച്ചിട്ടുണ്ട്. അതിന് പകരം എന്താണ് വേറെ ഏതെങ്കിലും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. കൈ സ്ക്വയർ ചോദിക്കാത്ത ഒരു പരീക്ഷയില്ല. ഈ 3 ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ 3 പ്രാക്ടീസ് ചെയ്യുക കാര്യമായിട്ട്. ഇതെന്തായാലും ചോദിക്കുന്നതാണ് പ്രതീക്ഷ. എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമിൽ ചോദിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ 3 നിങ്ങൾ എന്ത് ചെയ്യുക കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഡൺ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ ഡൺ. ഇപ്പൊ 3 സാധനങ്ങളാണ് ചെയ്തത്. ഓക്കെ, നമ്മള് ഇതിന്റെ പേരല്ലേ